സ്വയസ്നേഹത്തിൻ്റെ ആത്മാവ് കയറിക്കഴിഞ്ഞാൽ അസാധാരണ ദുരന്തങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. എൻ്റെ കൂടെ പഠിച്ച മിടുമിടുക്കിയായൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അന്ന് ആകപ്പാടെയുള്ളത് പ്രേമ ലെറ്ററാണ്. സോഷ്യൽ മീഡിയ ഉപകരണങ്ങളിലേക്ക് നമ്മെ വലിച്ചടുപ്പിക്കുന്ന ഒരു ആസ്വാദ്യതയുണ്ട്. ഈ തലമുറയുടെ ആത്മാവിൻ്റെ സവിശേഷത എന്തൊക്കെയാണ്? നിങ്ങളുടെ മേൽ ഈ തലമുറ വെച്ച് നീട്ടുന്ന ചില പൈശാചിക സ്പിരിറ്റുകളുടെ ബന്ധനമുണ്ട്. അതിനകത്തുകൂടെ അശ്ലീല രംഗങ്ങൾ കണ്ട് ഇവർ കമിതാക്കളായി മാറി. തൊട്ട് മുകളിൽ കറങ്ങുന്ന സീലിംഗ് ഫാനിൽ ഒരു യുവതിയുടെ ഡെഡ് ബോഡി തൂങ്ങിക്കിടന്ന് കറങ്ങുന്നു. നിങ്ങൾ വിടുവിക്കപ്പെടാൻ ആഗ്രഹിച്ചാലും നിങ്ങൾക്ക് പുറത്തു കടക്കാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങളുടെ ആളത്വത്തെ അടിമയാക്കി വെച്ചിരിക്കുന്ന ഒരു വ്യാപാര ശക്തി ഈ തലമുറയുടെ പുറകിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതിനെ വെട്ടിമാറ്റാൻ കഴിവുള്ള ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വ്യാപാരം ഈ ആരാധനയ്ക്കകത്ത് സംഭവിക്കുന്നു. ശക്തമായി നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. നിങ്ങൾ ഒറ്റയ്ക്കല്ല പ്രാർത്ഥിക്കേണ്ടത്, ഇങ്ങനെ പ്രാർത്ഥിക്കണം: ഈ തലമുറയുടെ സ്പിരിറ്റിനെ എനിക്ക് ജയിച്ചേ പറ്റൂ. വക്രതയുള്ള തലമുറയിൽ നിന്നും രക്ഷിക്കപ്പെടുക. ഈ പകലത്തെ സന്ദേശത്തിന് ഞാൻ കൊടുക്കുന്ന ഈ തലക്കെട്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക: വക്രതയുള്ള തലമുറയിൽ നിന്നും രക്ഷിക്കപ്പെടുക. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം ഈ പുസ്തകത്തിൻ്റെ പശ്ചാത്തലം. നിങ്ങൾക്കറിയാമോ? 35 വർഷത്തെ വളച്ചുകെട്ടില്ലാത്ത സഭാചരിത്രമാണ് പ്രവർത്തികളുടെ പുസ്തകം. പ്രവർത്തികളുടെ പുസ്തകം സാധാരണ പുസ്തകമല്ല. രക്തസാക്ഷികൾ അക്ഷരാർത്ഥത്തിൽ തെരുവ് വിളക്കുകളായും ഉദ്യാന ദീപങ്ങളായും എരിഞ്ഞമരുന്ന കാലഘട്ടത്തിൽ രക്തസാക്ഷികളുടെ ഗന്ധം മുറ്റി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ എഴുതിയ പുസ്തകമാണ് പ്രവർത്തികളുടെ പുസ്തകം. ഈ പ്രവർത്തികളുടെ പുസ്തകത്തിലെ അസാധാരണമായ ഒരു സംഭവമാണ് പരിശുദ്ധാത്മാവിൻ്റെ അവരോഹണം. പ്രവർത്തികളുടെ പുസ്തകം 1-ാം അധ്യായം കാത്തിരിപ്പാണ്. എന്നാൽ 2-ാം അധ്യായത്തിൽ ശരീരത്തിൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെ സ്പർശിക്കത്തക്ക വിധം പരിശുദ്ധാത്മാവ് അന്തരീക്ഷത്തിൻ്റെ നിയന്ത്രണം ഏറ്റുവാങ്ങുകയാണ്. ഇന്ന് പകലും കൊതിക്കാൻ വ്യക്തികളുണ്ടെങ്കിൽ നിറയ്ക്കാൻ ദൈവാത്മാവിൻ്റെ വ്യാപാരം ഇവിടെയുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം. പെട്ടെന്ന് കൊടിയ മുഴക്കം പോലെ ഒരു വലിയ മുഴക്കമുണ്ടായി എന്ന് പറഞ്ഞാൽ, മുഴക്കം കേൾക്കുന്നത് കണ്ണുകൊണ്ടല്ല, അത് ചെവി കൊണ്ടാണ്. പരിശുദ്ധാത്മാവ് അത് കേൾവി ഇന്ദ്രിയത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു. സ്തോത്രം. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ പ്രത്യക്ഷമാകുന്നത് ചെവി കൊണ്ടല്ല, മനസ്സിലാക്കുന്നത് കണ്ണുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ പഞ്ചേന്ദ്രിയത്തിൻ്റെ 2-ാം ഘടകമായ കണ്ണിനെ ദൈവാത്മാവ് ഏറ്റെടുത്തു. ദൈവത്തിന് സ്തോത്രം. അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. പതിയുമ്പോൾ ത്വക്കിലേക്കാണ് സ്പർശിക്കപ്പെടുന്നത്. ആത്മനിയന്ത്രണം, ത്വക്കിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു. അവരെല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അത് സംസാരിക്കുന്നത് ചെവി കൊണ്ടല്ല, കണ്ണുകൊണ്ടല്ല, ത്വക്ക് കൊണ്ടല്ല, നാക്കുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ നാക്കിൻ്റെ നിയന്ത്രണം ദൈവാത്മാവ് ഏറ്റെടുത്തു. ഒന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തിട്ട് ഇന്ന് പകൽ പറയണം: കാത്തിരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിന്റെ പഞ്ചേന്ദ്രിയങ്ങളുടെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കും. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് പഞ്ചേന്ദ്രിയങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്തതോടുകൂടെ ഇതാ 11 പത്രോസ് എഴുന്നേറ്റ് നിന്ന് നടത്തുന്ന പെന്തക്കോസ്ത് നാളിലെ പ്രൗഢഗംഭീരമായ പ്രസംഗം. ആ പ്രസംഗത്തിൽ പള്ളി കാലിയാക്കി ഒരു വലിയ പട്ടം ആളുകൾ കേൾവിക്കാരായി ഉയരുകയാണ്. ആ കേൾവിക്കാർ ചോദിച്ചു: സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു? ഉടനെ അവർ പറയുന്ന പെന്തക്കോസ്ത് സഭയുടെ നടുവിൽ, പെന്തക്കോസ്ത് അത് ദിവസം ഉയർന്ന പ്രസംഗത്തിലെ കാമ്പേറിയ അടിസ്ഥാന വേദസത്യങ്ങളിൽ 4-മതായി പറയുന്ന പ്രയോഗം: നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവാകുന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഉള്ളതല്ലോ. പല വാക്കുകളാലും അവരെ പ്രബോധിപ്പിച്ചു. അടുത്തതായി 4-മതായി പറയുകയാണ്: ഈ വക്രതയുള്ള തലമുറയിൽ നിന്നും രക്ഷിക്കപ്പെടുക.
ശ്രദ്ധിക്കണം. അതിനെ മൂലാർത്ഥത്തിൽ നേരിട്ട് വിവേചിച്ച് വിലയിരുത്തിയാൽ ഇങ്ങനെ നമുക്ക് പറയാൻ കഴിയും, സ്തോത്രം, ഈ തലമുറയുടെ സ്പിരിറ്റിൽ നിന്നും രക്ഷിക്കപ്പെടുക. നിങ്ങൾക്കറിയാമോ, ഏത് കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിന് ഒരു സ്പിരിറ്റുണ്ട്. ഇതുപോലെ 1-ാം നൂറ്റാണ്ടിൻ്റെ കാലഘട്ടത്തിൽ വ്യാപരിച്ച ഒരു സ്പിരിറ്റുണ്ട്. ഈ 21-ാം നൂറ്റാണ്ടിലും വ്യാപരിക്കുന്ന ഒരു സ്പിരിറ്റുണ്ട്. ഇത് സാധാരണ സ്പിരിറ്റല്ല. ഇതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്നത് ഈ ജനറേഷൻ്റെ ആത്മാവാണ്. കർത്താവേ, ഈ ജനറേഷൻ്റെ ആത്മാവിൻ്റെ കൊടിയ ബന്ധനത്തിനകത്തു നിന്ന് എന്നെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരിവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ വിശേഷിപ്പിക്കട്ടെ. കുഞ്ഞുങ്ങളെ, ചെറുപ്പക്കാരെ, എൻ്റെ വാത്സല്യ മക്കളെ, സഹോദരങ്ങളെ, സാഹചര്യങ്ങളെ നിങ്ങളുടെ മുൻപിൽ സാധ്യതകളാക്കി. ശ്രദ്ധിച്ച് കേൾക്കുക പദങ്ങൾ. സാഹചര്യങ്ങളെ നിങ്ങളുടെ മുൻപിൽ സാധ്യതകളാക്കി, സാധ്യതകളെ ഒടുവിൽ ദുരന്തമാക്കത്തക്ക വിധം വ്യാപരിക്കുന്ന ഒരു പ്രത്യേക സ്പിരിറ്റ് ഈ തലമുറയുടെ പുറകിൽ വ്യാപരിക്കുന്നുണ്ട്. ഒരിക്കൽ കൂടെ ആവർത്തിക്കട്ടെ, നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന സാഹചര്യങ്ങൾ സാത്താൻ സാധ്യതകളാക്കും. സാധ്യതകളിലൂടെ നിങ്ങൾ മുൻപോട്ട് നീങ്ങാൽ അത് നിങ്ങളിൽ വ്യാപരിക്കുന്ന ആസ്വാദ്യത ഒടുവിൽ ദുരന്തമായി മാറും. സ്തോത്രം. ഇന്നേക്ക് ചില നാളുകൾക്ക് പുറകിൽ, സ്തോത്രം, മലബാർ മേഖലയിലെ ഒരു പ്രത്യേക സ്ഥലത്ത് അതേ വാഹനങ്ങൾ വന്ന് തിരിയുന്ന ഒരു പ്രത്യേക ഭാഗത്ത് ഒരു ചെറുപ്പക്കാരൻ നിന്ന് മടൽ കൊണ്ട്, സ്തോത്രം, മടൽ ഉപയോഗിച്ച്, തെങ്ങിൻ്റെ മടൽ ഉപയോഗിച്ച് ക്രിക്കറ്റ് കളിക്കുകയാണ്. ഈ ചെറുപ്പക്കാരൻ പെൻസില് പോലിരിക്കുന്ന, വെള്ളയ്ക്കായൽ ഈക്കിലി കുത്തിയ പോലിരിക്കുന്ന ഈ പയ്യൻ അവിടെ നിന്ന് ട്രാഫിക് പോയിന്റിൽ നിന്ന് വാഹനങ്ങളെ മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ട് അതിന് നടുക്കൂടെ ക്രിക്കറ്റ് കളിക്കുന്ന രംഗം നിങ്ങളൊന്ന് ഭാവന കണ്ടു നോക്കിയേ. ഈ പ്രത്യേക സമയത്ത് നാട്ടുകാരിൽ ചിലർ അദ്ദേഹത്തെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു, നിന്നില്ല. അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ പലർക്കും കഴിഞ്ഞില്ല. പോലീസിനെ വിളിച്ചു വരുത്തി. എന്നിട്ട് പോലും കൈകാലുകളിൽ അസാധാരണമായ ബലം ഉപയോഗിച്ച് മുറുക്കി പിടിച്ച് കൈകാലുകൾ കെട്ടിയതുപോലെയാക്കി പോലീസ് ജീപ്പിനകത്തോട്ട് കയറ്റിയിട്ടിട്ടും ഇവൻ്റെ ഊർജം അടങ്ങുന്നില്ല. നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട്, സ്തോത്രം, ഒടുവിൽ 5 മണിയായപ്പോൾ ഇവൻ പഞ്ചപാവമായി മാറി. ചോദിച്ചു, എന്താ സംഭവിച്ചതെന്നറിയാമോ? സ്തോത്രം, സ്കൂളിൽ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പയ്യനാണ്. അദ്ദേഹം പറഞ്ഞു, കുറച്ച് നാളുകളായി പൈസ ഉണ്ടായിരുന്നത് കൊണ്ട് ബുദ്ധി കൂട്ടത്തക്ക വിധത്തിൽ ഒരു പ്രത്യേക സാധനം ഇവിടെ ഒരു അങ്കിൾ കൊണ്ട് വിതരണം ചെയ്തുകൊണ്ടിരുന്നു. അത് സ്കൂളിൻ്റെ പുറകിലെ മൂത്രപ്പരയുടെ വശത്ത് വെച്ചാണ് വിതരണം ചെയ്യുക. വലിപ്പം കൂടുതലൊന്നുമില്ല, പഞ്ചസാര തരിയുടെ വലിപ്പമേ ഉള്ളൂ. 4-5 എണ്ണം വാങ്ങിക്കണമെങ്കിൽ 2000 രൂപയാകും. ഞാൻ വീട്ടിൽ നിന്ന് ഈ 2000 രൂപ സംഘടിപ്പിച്ചുകൊണ്ട് 4-5 എണ്ണം വാങ്ങിച്ചിട്ട് അത് നാക്കേലോട്ടിട്ട് ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ക്രിക്കറ്റ് താരം സച്ചിൻ തെണ്ടുൽക്കറെ പോലെ ഞാനങ്ങ് മാറി. പിന്നെ അങ്ങോട്ട് അവിടെ കിടന്നൊരു മടലെടുത്ത് നേരെ ജംഗ്ഷനിലോട്ട് ഇറങ്ങി ട്രാഫിക് നിയന്ത്രണവും ക്രിക്കറ്റ് കളിയും തുടങ്ങി. ഇതാണ് രംഗം. സ്തോത്രം. അവന് സംഭവിച്ചത് എന്തെന്നറിയാമോ? അവൻ്റെ കയ്യിൽ കിട്ടിയ അല്പം പണം കൊണ്ട് വാങ്ങിക്കത്തക്ക വിധത്തിൽ അത് വിൽക്കുന്ന വിൽപ്പനക്കാരനുമായി അഭിമുഖം ചെയ്യാൻ അവന് സാഹചര്യമൊത്തു. ആ സാഹചര്യം സാത്താൻ സാധ്യതയാക്കി. ഒടുവിൽ അത് മഹാദുരന്തമായി മാറി. ഞാൻ ഓർക്കുന്നുണ്ട്, വിശ്വാസ ജീവിതത്തിൽപ്പെട്ട മനോഹരമായ വിധത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയെ പാസ്റ്ററും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെ അത് നല്ല നിലയിൽ പഠിപ്പിക്കണമെന്നുള്ള കൊതിയോടുകൂടെ കേരളത്തിൻ്റെ ബോർഡറിലെ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് സ്ഥാപനത്തിലാക്കി. ഇത് അമ്മൂമ്മ കഥയല്ല, ഡാക്കിനി അമ്മൂമ്മയുടെ കഥ പറയുകയാണെന്ന് വിചാരിക്കരുത്, നടന്ന സംഭവം പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ സ്ഥാപനത്തിൽ ആ കുട്ടി കമ്പ്യൂട്ടർ സയൻസിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അക്രൈസ്തവ സഹോദരനുമായി ഇവൾ പ്രണയത്തിനാകാൻ ഒരു പശ്ചാത്തലമുണ്ടായി. ആ പ്രണയം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ രണ്ടുപേരും ഒരുമിച്ച് ഉപയോഗിക്കുന്ന സമയം അതിനകത്തുകൂടെ അശ്ലീല രംഗങ്ങൾ കണ്ട് ഇവർ കമിതാക്കളായി മാറി. ഇവരുടെ പ്രേമബന്ധം അസാധാരണമായി ഉയർന്നു. അതിന് ബെല്ലും ബ്രേക്കും അതിരും വരമ്പും ഒന്നും ഇല്ലെന്നല്ലേ പറയുന്നത്. എന്തായാലും വേണ്ടില്ല, മാതാപിതാക്കൾ ഇതറിഞ്ഞ മാതാപിതാക്കൾ
എത്രയും വേഗം മക്കളെ അവിടെ നിന്ന് ഗൾഫിൽ നിന്ന് പറന്ന് എയർപോർട്ടിലേക്ക് എത്തി. സ്തോത്രം. തങ്ങളുടെ മാതാപിതാക്കൾ തങ്ങളെ കാണാൻ വരുന്നു എന്ന വാർത്ത അറിഞ്ഞ ഈ പെൺകുട്ടി തൻ്റെ കമിതാവിനോടുകൂടെ തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷനിൽ ആ രാത്രി ട്രെയിനിന് തലവെച്ചു. സ്തോത്രം. ചിന്നിച്ചിതറി, രണ്ടുപേരും ശരീരഭാഗങ്ങൾ ചിതറി ആ റെയിൽവേ ട്രാക്കിൽ അവസാനിച്ചപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് പായിൽ പൊതിഞ്ഞു കെട്ടിയ ശരീരഭാഗങ്ങൾക്കാണ് ആ മാതാപിതാക്കൾ സാക്ഷ്യം വഹിച്ചത്. എന്താണ് ഞാൻ ഈ സംഭവം പറഞ്ഞെന്നറിയാമോ? അവർക്ക് ദൈവം നൽകിയ സാഹചര്യങ്ങളെ സാത്താൻ സാധ്യതയാക്കി. ഒടുവിൽ ആ സാധ്യത ദുരന്തമായി മാറി. ഈ തലമുറയുടെ പുറകിലും അങ്ങനെ ഒരു സ്പിരിറ്റ് വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് പകൽ നമ്മൾ അല്പ മിനിറ്റുകൾ ധ്യാനിക്കാൻ തുടങ്ങുകയാണ്. കർത്താവേ, എൻ്റെ മേൽ ഈ തലമുറയുടെ ആത്മാവ് പിടിമുറുക്കരുത് എന്ന് കൊതിക്കുന്ന കുഞ്ഞുങ്ങളും മാതാപിതാക്കളും അക്കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാമോ? നിങ്ങളെല്ലാവരും ശക്തമായി പ്രാർത്ഥിക്കണം. ഇന്ന് പകൽ പറയാം, നിങ്ങളുടെ മേൽ ഈ സ്വാധീനം പിടിമുറുക്കിയാൽ നിങ്ങളോട് ഞാൻ ആത്മനിയോഗത്തോടെ ഈ കരം ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ പറയുന്നു, രക്ഷപ്പെടാൻ സാധ്യമല്ല മക്കളെ. പിന്നെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. എന്നാൽ തുടക്കത്തിൽ തന്നെ അതിനെ ജയിക്കാനുള്ള ദൈവാത്മാവിന്റെ വ്യാപാരം നിങ്ങളുടെ ശിരസിന്മേൽ വ്യാപരിച്ചാൽ ഇന്ന് പകൽ ശുശ്രൂഷ 1 മണിക്ക് അവസാനിക്കുന്നതിന് മുൻപ് കെട്ടുപൊട്ടി പുറത്തു വരത്തക്ക വിധം ആത്മമണ്ഡലം ചലിക്കും. അതിനുവേണ്ടി കൊതിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ, തിരിച്ചറിയട്ടെ. നിങ്ങളുടെ മനോമണ്ഡലത്തിന്മേൽ പിടിമുറുക്കുന്ന ഒരു ഭീകര ശക്തി വ്യാപരിക്കുന്നു. നിങ്ങൾക്കറിയാമോ? ദൈവത്തിന് സ്തോത്രം. ഡ്രൈവിങ് അറിയാവുന്നവരൊക്കെ ഒന്ന് കരമുയർത്തിക്ക്. ഡ്രൈവിങ് അറിയാവുന്നവരൊക്കെ ഒന്ന് കരമുയർത്തിക്ക്. ആദ്യമായി ഡ്രൈവിങ് പഠിച്ച രംഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആദ്യമായി കാർ ഓടിക്കാൻ പഠിച്ച രംഗം ഓർമ്മയുണ്ടോ? സീറ്റയിലോട്ട് കയറിയിരുന്ന് വളയത്തിൽ കൈപിടിച്ച്, സ്തോത്രം, ഒരു കാല് ആക്സിലേറ്ററിലും ക്ലച്ചിലും ഒക്കെ മാറി മാറി കൊടുക്കാനുള്ള ക്രമീകരണങ്ങളിൽ കണ്ണ് അങ്ങോട്ട് ശ്രദ്ധിച്ച് ഗിയറിൽ ഒരു കൈ കൊണ്ട് പിടിച്ച് ഫസ്റ്റ് ഇട്ട്, സെക്കൻഡ് ഇട്ട്, തേർഡ് ഇട്ട്, ടോപ്പ് ഇട്ട്, ഇങ്ങനെ എല്ലായിടത്തും കണ്ണ് ചെല്ലും അല്ലേ? മുന്നോട്ട് കണ്ണു പോകും, കാലയിലോട്ട് കണ്ണു പോകും, വളയത്തിലോട്ട് കണ്ണു പോകും, ഇടത്തോട്ട് കണ്ണു പോകും. ഇങ്ങനെ ഓടിച്ചൊരു സമയമുണ്ട്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും കയറിയ സീറ്റിൽ ഇരുന്നതിന് ശേഷം ഈ ദിക്കിലെങ്ങാനും നോക്കാറുണ്ടോ? ഒരു കയ്യിൽ മൊബൈൽ ഫോണും പിടിച്ച്, അല്ലെങ്കിൽ ഒരു കയ്യിൽ ഒരു കപ്പ് ചായയും പിടിച്ച്, സ്തോത്രം, സ്റ്റിയറിങ്ങിൽ അതേ ഒരു വിരൽ മാത്രം തൊട്ട് ഏത് ഗിയറാണ് മാറേണ്ടതെന്ന് മറ്റൊരാലോചനയും കൂടാതെ കയറ്റവും ഇറക്കവും പോകുന്നതിന് നിങ്ങളുടെ മനോമണ്ഡലത്തിലെ ആദ്യത്തെ രംഗവും ഇപ്പോഴത്തെ രംഗവും തമ്മിലുള്ള ബന്ധത്തിൽ സംഭവിച്ച വ്യതിയാനം എന്താണ് എന്ന് നിങ്ങൾക്ക് വിലയിരുത്താമോ? സ്തോത്രം. എന്ത് വ്യത്യാസമാണ് ഈ 2 ഘട്ടത്തിൽ സംഭവിച്ചത്? പറയാം, ശ്രദ്ധിക്കുക. ആവർത്തിച്ചൊരു കാര്യം ചെയ്തുകൊണ്ടിരുന്നാൽ ബോധപൂർവം ചെയ്യുന്ന ഈ ബോധതലത്തെ ഉപബോധതലം ഏറ്റെടുക്കും. ഉപബോധതലം ബോധതലത്തെ ഏറ്റെടുത്താൽ ബോധതലത്തിന് ബോധബുദ്ധി വേണം. എന്നാൽ ഉപബോധതലത്തിന് ആ ബുദ്ധി വേണ്ട, ഉപബോധ ബുദ്ധി പ്രവർത്തിച്ചുകൊള്ളും. അതുകൊണ്ട് തന്നെ വണ്ടി കയ്യിൽ ഒരു വിരൽ കൊണ്ട് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരു കയറ്റം കയറുമ്പോൾ എത്രാമത്തെ ഗിയർ വേണമെന്ന് ഉപബോധ മനസ്സ് തന്നെ സെറ്റ് ചെയ്തുകൊള്ളും. അപ്പോൾ തന്നെ മറ്റൊരു പ്രവൃത്തി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ആവർത്തിച്ച് ചെയ്യുന്ന കാര്യത്തെ നിങ്ങളുടെ ഉപബോധ മനസ്സ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ചെയ്യാതിരിക്കാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങൾ ബന്ധിക്കപ്പെടും. ഇന്ന് പകൽ പറയട്ടെ, ആ വിധത്തിൽ ബന്ധിക്കപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമാണ് ഈ യൗവന കാലഘട്ടം. എന്നാൽ ആ സ്വാധീന ശക്തിയെ ജയിക്കാൻ വ്യാപരിക്കുന്ന ദൈവാത്മാവിന്റെ വ്യാപാരം ഇന്ന് പകൽ ചില അപകട മേഖലയിൽ നിന്ന് നിങ്ങളുടെ ജീവനെ പിടിച്ചു മാറ്റേണ്ടതിന് ഈ ക്യാമ്പിൽ ശക്തമായി ഇടപെടുകയാണ്. ഈ തലമുറയുടെ ആത്മാവിൽ നിന്ന് രക്ഷിക്കപ്പെടുക. ദൈവത്തിന് സ്തോത്രം. ഈ തലമുറയുടെ ആത്മാവ്, ഞാനൊരു വസ്തുത ചോദിക്കട്ടെ, ആത്മാവ് എന്ന തലം ഉണ്ടോ? അത് സത്യമാണോ? അത് യാഥാർത്ഥ്യമാണോ? ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാകാം. ആത്മാവ് എന്ന തലം ഉണ്ടോ? വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്നതും കാണാത്തതും എന്ന 2 രംഗങ്ങളുണ്ട്. ഞാൻ ചോദിക്കുന്നു, കാണാത്ത മേഖലയാണോ വലുത്, കാണുന്ന മേഖലയാണോ വലുത്?
ഏതാ വലുത്? കാണുന്ന മേഖലയാണോ വലുത്? കാണാത്ത മേഖലയാണോ വലുത്? ഏതാ വലുത്? കാണാത്ത മേഖലയാണോ വലുത്? ഇത് ഏത് ജില്ലയാണ്? തിരുവനന്തപുരം ജില്ലയാണോ? നെയ്യാറ്റിൻകര. ദൈവത്തിന് ഈ ഡിസ്ട്രിക്റ്റ് ഏതാ? തിരുവനന്തപുരം ജില്ല. അതായത് ചോദിച്ചേ, തിരുവനന്തപുരം ജില്ലയിലാണ് നമ്മളിരിക്കുന്നത്. കേരളം എന്ന ഈ കാച്ചിക്ക പോലെ കിടക്കുന്ന സംസ്ഥാനത്ത് എത്ര ജില്ലകളുണ്ട്? ആ ജില്ലകളിൽ ഒരു ജില്ല മാത്രമാണ് തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയ്ക്ക് സമീപമുള്ള ഒരു ഭാഗത്തെ, ഒരു ചെറിയ ഭാഗത്ത്, ഒരു കെട്ടിടത്തിനകത്ത് നമ്മൾ ഇരിക്കുന്നു. ഇതിൻ്റെ പുറകിൽ എന്തൊക്കെയുണ്ട്? ഇതിൻ്റെ പുറകിൽ ഇതുപോലെയുള്ള നിരവധി ജില്ലകൾ ഉള്ള കേരളമുണ്ട്. ആ കേരളത്തിൻ്റെ പുറകിൽ ഇതുപോലെ നിരവധി സ്റ്റേറ്റുകളുള്ള ഇന്ത്യയുണ്ട്. ഇന്ത്യയുടെ പുറകിൽ ഇതുപോലെ നിരവധി രാജ്യങ്ങളുള്ള 39,000 മൈൽ ചുറ്റളവും 40,000 മൈൽ ക്രോസളവുമുള്ള പച്ചപ്പട്ട് വിരിച്ചതുപോലെയുള്ള ഈ ഭൂമിയുണ്ട്, അല്ലേ? ഈ ഭൂമിക്ക് പുറകിൽ സൂര്യൻ എന്ന 9,30,00,000 മൈൽ അപ്പുറത്ത് നിന്ന് കത്തിജ്വലിക്കുന്ന 1.5 കോടി ഡിഗ്രി സെൽഷ്യസിൽ ഹീലിയം കത്തുന്ന ആണവ നിലയമായ സൂര്യന് ചുറ്റും ചുറ്റിക്കറങ്ങുന്ന സൂര്യ കുടുംബത്തിലെ ഗ്രഹങ്ങളുണ്ട്. ഇതിനപ്പുറത്ത് മറ്റു 100 കണക്കിന് നക്ഷത്രങ്ങളുണ്ട്. അവിടെ നെബുലകളുണ്ട്, ഗാലക്സികളുണ്ട്. കണ്ണു ചിമ്മി കത്തി നിൽക്കുന്ന തലയ്ക്ക് മുകളിലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾക്ക് ചുറ്റും ചുറ്റിത്തിരിയുന്ന നിരവധി ഗ്രഹങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ അനന്തം, അജ്ഞാതം, അവർണ്ണനീയമായ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ വലിപ്പത്തോട് താരതമ്യപ്പെടുത്തുമ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിലെ ഈ ചെറിയ ബിൽഡിങ്ങിൽ താമസിച്ച് വചനം കേൾക്കുന്ന നിങ്ങൾ ഒരു മണൽത്തരി പോലെ പോലുമില്ല. അങ്ങനെയെങ്കിൽ കാണുന്നത് ചെറുതാണ്, കാണാത്തത് വലുതാണ്. ഇന്ന് കരങ്ങളൊന്ന് ഉയർത്തി ദൈവത്തിന് മഹത്വം അർപ്പിച്ചിട്ട് പറ, കാണുന്നത് ചെറുതാണ്, കാണാത്തത് വലുതാണ്. കാണുന്നത് ചെറുതാണെങ്കിൽ കാണാത്തത് ഇതിൻ്റെ പുറകിൽ ആത്മലോകമുണ്ട്. ആത്മലോകം കാണാൻ ദൈവം നമ്മുടെ കണ്ണ് തുറക്കാത്തത് കൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ശരിക്കൊന്ന് കണ്ണ് തുറന്നിരുന്നെങ്കിൽ ഇന്ന് രാത്രി ഉറങ്ങാൻ നിങ്ങൾക്ക് പറ്റില്ല. അത്ര ഭീകരമാണ് ആത്മലോകം. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ പോസിറ്റീവായിട്ട് കാര്യം പറയട്ടെ, നിങ്ങൾ ഒറ്റയ്ക്കല്ല ഇവിടെ വന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു ഇവിടെ ആരൊക്കെയുണ്ടെന്ന് അറിയാമോ? പിന്നെയോ സിയോൻ പർവ്വതത്തിനും അനേകായിരം കോടി വിശുദ്ധ ദൂതന്മാരുടെ സംഘത്തിനും സ്വർഗത്തിൽ പേര് ചാർത്തപ്പെട്ട ആദ്യജാതന്മാരുടെ സഭയ്ക്കും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും നിത്യ നിയമത്തിന്റെ രക്തത്തിന്റെ ഉടമസ്ഥനായ കർത്താവിനും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും അടുക്കലാണ് നമ്മൾ വന്നിരിക്കുന്നതെങ്കിൽ ഈ ഓഡിറ്റോറിയത്തിൽ വന്നിരിക്കുന്ന നിങ്ങൾ ഒറ്റയല്ല. നിങ്ങൾ ആത്മക്കണ്ണുകൾ ഉയർത്തി നോക്കിയാൽ ഇതിന്റെ ചുറ്റും നിൽക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാരുടെ സഞ്ചയമാണ്. ദൈവത്തിന് മഹത്വം. അതുപോലെ തന്നെ പൈശാചിക മേഖല ഇതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്നുണ്ട്. ദൈവമക്കളെ, നിങ്ങൾ അംഗീകരിച്ചാലും അവഗണിച്ചാലും വേദപുസ്തകം പറയുന്ന ഏറ്റവും ശക്തമായ പൈശാചിക സ്വാധീനം ഈ മണ്ഡലത്തിലുണ്ട്. മാനസിക രോഗം വേറെ, പൈശാചിക സ്വാധീനം വേറെ. ആ സ്പിരിറ്റ് മറ്റൊരു സ്പിരിറ്റാണ്. പൈശാചിക സ്വാധീനം വേറെ, മാനസിക രോഗങ്ങൾ വേറെ. 10ഓളം മാനസിക രോഗങ്ങൾ പൈശാചിക സ്വാധീനമാണെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. എന്നാൽ തെറ്റിദ്ധരിക്കപ്പെടാതെ പറഞ്ഞാൽ പൈശാചിക സ്വാധീനം സത്യമാണ്. സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, ഒരിക്കലെങ്കിലും എക്സ്റേ എടുക്കാൻ എക്സ്റേ ബെഡിൽ കിടന്നിട്ടുള്ളവരിൽ നിങ്ങൾ മാംസപേശികളെ തുളച്ച് കയറി അസ്ഥികളുടെ ഉൾച്ചിത്രമെടുക്കുന്ന എക്സ്റേ റേസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പക്ഷെ കണ്ടിട്ടില്ലെങ്കിലും അതിൻ്റെ ആസ്തിക്യം നിഷേധിക്കാൻ നിങ്ങളെ കൊണ്ട് സാധ്യമല്ല. പോട്ടെ, ടി വിയുടെ റിമോട്ട് കൺട്രോൾ അത് കണ്ണിന് നേരെ നിർത്തി അങ്ങോട്ട് അമർത്തി നോക്കിക്കേ, പുറപ്പെടുന്ന ഇൻഫ്രാറെഡ് തരംഗങ്ങൾ കാണാൻ നിങ്ങളുടെ കണ്ണിന് ശക്തിയില്ല. പക്ഷെങ്കിൽ കാണാൻ കഴിയാത്ത ആ തരംഗങ്ങളുടെ പ്രവർത്തനം ഒരു ടി വിയുടെ മുൻപിൽ നിന്ന് അമർത്തുമ്പോൾ അങ്ങോട്ട് ചെല്ലുന്ന തരംഗം കാണാൻ പറ്റത്തില്ലെങ്കിലും ആ ടി വിയിൽ ചാനൽ മാറുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് കാണാം. ഇതുപോലെ നമ്മുടെ നാട്ടിൽ വവ്വാൽ എന്നൊരു ജീവിയുണ്ട്, അറിയാമോ? പുറപ്പെടുവിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഗതിവേഗത്തിൽ യാത്ര ചെയ്യുന്ന വവ്വാലിൻ്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ട് തരംഗ ദൈർഘ്യത്തിൽ യാത്ര ചെയ്യുന്ന വവ്വാലിൻ്റെ പുറപ്പെടുവിക്കുന്ന ശബ്ദം കേൾക്കാൻ നമുക്ക് ശക്തിയില്ല. ഇതുപോലെ കാണാൻ കഴിയാത്ത, കേൾക്കാൻ കഴിയാത്ത ഒരു മണ്ഡലം ഇതിൻ്റെ പുറകിൽ നിൽക്കുന്നുണ്ട്. ആത്മാവിൽ ആരാധിക്കുന്ന ഒരുപറ്റം ദൈവമക്കളുടെ പ്രാർത്ഥനയിൽ സജ്ജമായ ഈ ആത്മീയ സദസ്സിൽ ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ മേൽ ഈ തലമുറ വെച്ച് നീട്ടുന്ന ചില പൈശാചിക സ്പിരിറ്റുകളുടെ ബന്ധനമുണ്ട്. ആ ബന്ധനത്തെ
അഴിച്ചു മാറ്റാൻ കഴിവുള്ള ദൈവശക്തിയാണ്. കരിമരുന്നിൽ തീ തൊടുമ്പോൾ ദൈവശക്തിയുടെ വ്യാപാരം ആത്മമണ്ഡലത്തിൽ നടക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ കരിമരുന്ന് നിറഞ്ഞ ഒരു ഹൃദയം ഇതിനകത്തുണ്ടെങ്കിൽ നിന്റെ അകത്തേക്ക് ദൈവശക്തി വ്യാപരിച്ചാൽ ചില ബന്ധനങ്ങളെ അഴിച്ചു മാറ്റാൻ ദൈവാത്മാവിന്റെ പ്രവൃത്തി നടക്കും. മക്കളെ, ആത്മാവിൽ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ മേൽ ഈ തലമുറയുടെ സ്പിരിറ്റിന്റെ ബന്ധനത്തിൽ നിന്ന് ഒരു വിടുതൽ വ്യാപരിക്കേണ്ടതിന് വേണ്ടി. ഗ്ലോറി, ഹല്ലേലൂയ. ഈ തലമുറയുടെ ആത്മാവ്, ഞാൻ ഈ പറയുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അറിയാമോ ഈ തലമുറയുടെ ആത്മാവിൻ്റെ സവിശേഷത എന്തൊക്കെയാണ്? ശ്രദ്ധിക്കണേ, ഈ തലമുറയുടെ ആത്മാവിൻ്റെ സവിശേഷത. ഞാൻ ചില സവിശേഷതകൾ പറയാൻ തുടങ്ങുകയാണ്. അത് അക്കമിട്ട് നിങ്ങളുടെ മനസ്സിൽ കരുതണം. ഞാൻ വിശ്വസിക്കുന്നു ഇതൊരു സാധാരണ മീറ്റിംഗ് അല്ല. ഈ മീറ്റിങ്ങിനകത്ത് സ്വർഗത്തിൻ്റെ കരം ചില ചെറുപ്പക്കാരുടെ മേൽ പിശാച് വെച്ച് കെട്ടിയിരിക്കുന്ന അവൻ്റെ നുഖങ്ങളെ അഴിച്ചു മാറ്റത്തക്ക വിധത്തിൽ ദൈവശക്തി വ്യാപരിക്കുന്ന പകലാണ്. എല്ലാ അഭിഷിക്തന്മാരും ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. ഒരു 10, 25, 30 മിനിറ്റിനുള്ളിൽ സമാപിക്കുന്ന ഈ സന്ദേശത്തിന് നടുവിൽ സ്വർഗത്തിൻ്റെ അഗ്നിയുടെ സ്പർശനം ചില ചെറുപ്പക്കാരുടെ ഹൃദയത്തിലേക്ക് ദൈവാത്മ പകരാൻ നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇന്ന് പകൽ പറയട്ടെ, ഈ തലമുറയുടെ സ്പിരിറ്റിന്റെ മേൽ ജയമെടുക്കാൻ കഴിയണമെങ്കിൽ അതിന്ന് പകൽ ആത്മതലത്തിൽ സംഭവിക്കണം. ഞങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കാതെ തന്നെ ഇതിനകത്തിരുന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ തലമുറയുടെ ആത്മാവ് ചില വ്യക്തികളുടെ ശരീരത്തിൽ നിന്നും അടയാളത്തോടെ അഴിഞ്ഞു മാറുന്ന രംഗമാണ്. അങ്ങനെയാണെങ്കിൽ വേദപുസ്തകം പറയുന്നു ആത്മാവ് യാഥാർത്ഥ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ആത്മാവ് യാഥാർത്ഥ്യം, സ്പിരിറ്റ് എന്ന് പറയുന്നത് സത്യമാണ്. സ്തോത്രം. വിശകലനം ചെയ്യുന്നില്ല. നിങ്ങൾക്കൊക്കെ അറിയാം ഒരു പ്രത്യേക സംഭവം. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം മുതൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പെട്ടെന്ന് മക്കൾ ആരെങ്കിലും എടുത്തവരുണ്ടെങ്കിൽ ഒന്ന് സ്ഫുടമായിട്ട് വായിച്ച് കേൾപ്പിക്കണേ. പെട്ടെന്നൊന്ന് വായിക്കണം. അവിടെ ഒരു പ്രത്യേക സംഭവമുണ്ട്. ഒറ്റ ചോദ്യമാണ് ചോദിക്കുന്നത്. ആത്മാവെന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവെന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന് സ്തോത്രം. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. നമ്മുടെ ബുദ്ധിക്ക് വിശദീകരിക്കാൻ കഴിയാത്ത ഒരുപാട് സംഭവങ്ങൾ ഇവിടെയുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് പുറകിൽ ഒരു മനുഷ്യൻ ഒരു ഹോട്ടൽ റൂം എടുത്ത് രാത്രി വിശ്രമിച്ചു. രാത്രി 2 മണിയായപ്പോൾ ഇദ്ദേഹം ഒരു സ്വപ്നം കാണുകയാണ്. ഈ സ്വപ്നം കണ്ടേച്ച് ഇദ്ദേഹം ആകെ അങ്ങ് വെട്ടി വേർത്തു. എന്താണെന്നറിയാമോ സ്വപ്നം? തൊട്ട് മുകളിൽ കറങ്ങുന്ന സീലിംഗ് ഫാനിൽ ഒരു യുവതിയുടെ ഡെഡ് ബോഡി തൂങ്ങിക്കിടന്ന് കറങ്ങുന്നു. ഇയാൾ പെട്ടെന്ന് രാത്രി 2 മണിക്ക് ചാടി എഴുന്നേറ്റിരുന്നു. ഇരുന്ന് നോക്കിയപ്പോൾ ഒന്നും കാണാനില്ല. എന്തായാലും 6 മണി വരെ വെള്ളം കുടിച്ച് അസ്വസ്ഥനായിരുന്നിട്ട് 6 മണിയായി വെള്ളം കീറിയപ്പോൾ ചെന്ന് കാവൽക്കാരനോട് ചോദിച്ചു, ഇത്ര നമ്പർ മുറിയിൽ എന്തെങ്കിലും അസാധാരണമായത് അടുത്ത കാലത്ത് സംഭവിച്ചിട്ടുണ്ടോ? അപ്പോൾ കാവൽക്കാരൻ പറഞ്ഞു, ഒരാഴ്ച മുമ്പ് ആ മുറിക്കകത്ത് ഒരു പെൺകുട്ടി ഫാനിൽ കെട്ടി ഞാൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നു, ഈ ചെറുപ്പക്കാരനായ മനുഷ്യന് ഈ ഉറക്കത്തിൽ ഈ സ്വപ്നമുണ്ടായ സാഹചര്യത്തിൽ ഇതെങ്ങനെ സംഭവിച്ചു? അത് എന്താണെന്ന് വിശദീകരിക്കുന്നതിനേക്കാൾ ഹാലൂസിനേഷൻ ആകാം, സാത്താന്യമാകാം. ഇങ്ങനെ 100 കണക്കിന് സംഭവങ്ങൾ ഇവിടെ പറയാനുണ്ട്. എന്നാൽ പോഷ്കു പറയാത്ത വിശുദ്ധ ബൈബിൾ ആത്മലോകം സത്യമാണെന്ന് പറയുന്നു. നിങ്ങൾ ആഗ്രഹിക്കാത്തത് ചെയ്യത്തക്ക വിധം നിങ്ങളുടെ അവയവങ്ങളെ പിടിച്ചെടുക്കുന്ന ഒരു ശക്തി ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ചിലരിൽ നിന്നും അതിന്ന് പകൽ അഴിയാൻ ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു പ്രത്യേക ചിത്രീകരണമാണ് നിങ്ങൾ ഇനി കേൾക്കാൻ തുടങ്ങുന്നത്. ആ രംഗം നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ആ രംഗം ശമൂവേൽ പ്രവാചകന്റെ മരണം സംഭവിച്ചു. ശമൂവേൽ പ്രവാചകന്റെ മരണത്തിന് ശേഷം ശൗൽ എന്ന ഭരണാധികാരി ഒരു പ്രത്യേക പ്രതിസന്ധിയിൽ വെളിച്ചപ്പാടത്തിയുടെ അടുക്കിലേക്ക് പോകുന്നതാണ് രംഗം. മക്കളെ 3-ാമത്തെ വാക്യം മുതൽ വായിച്ചേ, പെട്ടെന്ന് വായിച്ചേ. എന്നാൽ ശമൂവേൽ മരിച്ചുപോയി. ഇസ്രായേലെല്ലാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ, ഇസ്രായേലെല്ലാം അവനെക്കുറിച്ച് വിലപിച്ചു. വായിച്ചാട്ടെ. അടക്കം ചെയ്തു. വായിച്ചാട്ടെ. ശൗല വെളിച്ചപ്പാടത്തിമാരെ വായിച്ചാട്ടെ. ഏഴാമത്തെ വാക്യം. അപ്പോൾ ശൗൽ തന്റെ ഭൃത്യന്മാരോട്, എനിക്കൊരു വെളിച്ചപ്പാടത്തെ അന്വേഷിപ്പീൻ,
ഞാൻ അവളുടെ അടുക്കൽ ചെന്ന് ചോദിക്കുമെന്ന് പറഞ്ഞു. വായിച്ചാട്ടെ. ഭൃത്യന്മാർ അവരോട്, ഏൻദോരിൽ ഒരു വെളിച്ചപ്പാടത്തിയുണ്ട്. ശ്രദ്ധിക്കണം, ഡ്രസ്സ് മാറിയിട്ട് ശൗൽ എന്ന ഇസ്രായേലിന്റെ ഒന്നാമത്തെ ഭരണാധികാരി ഒരിക്കൽ വെളിച്ചപ്പാടത്തിമാരെ ദേശത്ത് നിന്ന് ഉന്മൂലനാശം ചെയ്ത ഈ ഭരണാധികാരി വെളിച്ചപ്പാടത്തിയെ തേടി പോവുകയാണ്. ഇനി ശ്രദ്ധിച്ച് കേട്ടോണം എന്താ സംഭവിച്ചത്. വായിച്ചാട്ടെ. രാത്രി അടുക്കൽ ഈ വെളിച്ചപ്പാടത്തിന്റെ അടുക്കലെത്തി. വെളിച്ചപ്പാട് ആത്മാവ് കൊണ്ട് നീ എനിക്കായൊരു പ്രശ്നം നോക്കുകയും ഞാൻ പറയുന്നവനെ വരുത്തി തരികയും ചെയ്യണമെന്ന് പറഞ്ഞു. വായിച്ചാട്ടെ. സ്ത്രീ അവനോട്, ഇത് കേൾവിയിൽ സ്ത്രീക്ക് ഭയമാ. വായിച്ചാട്ടെ. അടുത്തതായിട്ട് ദുരാത്മബാധിതയായ ഈ സ്ത്രീ ചോദിക്കുകയാണ്, ഞാൻ ആരെയാണ് വരുത്തി തരേണ്ടത്? വായിച്ചാട്ടെ. ശമൂവേലിനെ വരുത്തി തരണം. വിശ്രമാവസ്ഥയിലിരിക്കുന്ന ഈ ഭക്തനെ മന്ത്രവാദിയുടെ ആത്മാവ് വിളിച്ചു വരുത്താൻ കഴിവുള്ളതാണോ? വിശുദ്ധ ബൈബിൾ പറയുന്നു, മരണാനന്തരം ആത്മാക്കൾക്ക് യാത്ര ചെയ്യാൻ സാധ്യമല്ല. ലാസറിൻ്റെയും ധനവാന്റെയും സംഭവ കഥയിൽ ധനവാൻ പറയുന്നു, ലാസറിന് മടിയിലിരിക്കുന്ന അബ്രഹാം പിതാവ് ധനവാനോട് പറയുകയാണ്, ഇവിടെ നിന്ന് അങ്ങോട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ടോ വരുവാൻ സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ 6 അടി മണ്ണിൽ നീറി ഒടുങ്ങുമെന്നല്ല, മരിച്ചു കഴിഞ്ഞാൽ വിവേചനയുള്ള ഒരു ആളത്വമായി മാറുമെന്നുള്ളത് സത്യമാണെങ്കിൽ, ഇപ്പോൾ ദുരാത്മാവ് ബാധിച്ച സ്ത്രീ പറയുകയാണ്, ഞാൻ ആരെയാണ് വരുത്തി തരേണ്ടത്? പുറകിൽ ഭോഷ്കിന്റെ ആത്മാവ് വ്യാപരിക്കാൻ. വായിച്ചാട്ടെ. ശമൂവേലിനെ വരുത്തി തരയണം എന്ന് പറഞ്ഞു. വായിച്ചാട്ടെ. സ്ത്രീ ഇവിടെയാണ്, ഇതാ മരിച്ചു മൺമറഞ്ഞ ഒരു ആളത്വം കയറി വരുന്ന രംഗമാണ്. സ്തോത്രം. നിങ്ങൾ ഇന്ന് രാത്രി, ഇന്ന് പകൽ വളരെ ശ്രദ്ധിക്കുക. ഈ ആളത്വം കയറി വരികയാണ്. ആത്മാവുണ്ടോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് മുൻപിൽ ഞാൻ വിശകലനത്തിന് പോകുന്നില്ല. എന്നാൽ ബൈബിളിൻ്റെ ഭാഷ അതുപോലെ കേൾക്കുക. ഇതാ ഒരാളത്വം കയറി വരുന്നു. രൂപഭാവങ്ങളിൽ ശമൂവേൽ പ്രവാചകനോട് ഒത്തിരിക്കുന്നു. ശമൂവേൽ പ്രവാചകൻ ധരിച്ച പൗരോഹിത്യ വേഷം ഈ ആത്മാവ് ധരിച്ചിരിക്കുന്നതായി കാണുന്നു. വായിച്ചാട്ടെ. ഉച്ചത്തിൽ നിലവിളിച്ചു. വായിച്ചാട്ടെ. നീ എന്നെ ചതിച്ചതെന്ത്? നീ ശൗലാകുന്നുവല്ലോ എന്ന് പറഞ്ഞു. വായിച്ചാട്ടെ. ഭയപ്പെടേണ്ട. ആണോ? ദുരാത്മബാധയാൽ പ്രത്യേക വികൃത ചേഷ്ടയോടുകൂടെ ഈ സ്ത്രീ പ്രവചിക്കുകയാണ്, നീ കാണുന്നത് പറക എന്ന് ശമൂവേൽ പ്രവാചകനെ കുറിച്ച് കണ്ടപ്പോൾ ശൗൽ ആവശ്യപ്പെടുകയാണ്. വായിച്ചാട്ടെ. ഒരു ദേവൻ ഭൂമിയിൽ നിന്ന് കയറി വരുന്നു, ഞാൻ കാണുന്നു എന്ന് സ്ത്രീ പറഞ്ഞു. അവൻ അവളോട്, രൂപം എന്താ എന്ന് ചോദിച്ചു. ഒരു വൃദ്ധൻ കയറി വരുന്നു, അവനൊരു അങ്കിയും ധരിച്ചിരിക്കുന്നു. വായിച്ചാട്ടെ. അത് ശമൂവേൽ എന്നറിഞ്ഞു. ഈ രൂപത്തിന്റെ മുൻപിൽ, ഈ വെളിച്ചപ്പാടത്തിയുടെ മുൻപിൽ ദണ്ഡ നമസ്കാരം ചെയ്തു ശൗൽ. വായിച്ചാട്ടെ. ഇനിയും ദുരാത്മാവിന്റെ ഭാവരൂപത്തിൽ ശമൂവേലിന്റെ ഭാഷയിൽ സംസാരിക്കുകയാണ്. ശമൂവേൽ ശൗലിനോട്, നീ എന്നെ വിളിച്ചതിനാൽ എന്റെ സ്വസ്ഥതയ്ക്ക് ഭംഗം വരുത്തിയിരിക്കുന്നു. അതിൽ ശൗൽ മഹാകഷ്ടത്തിലായിരിക്കുന്നു. ഫെലിസ്ത്യനോട് യുദ്ധം ചെയ്യുന്നു. ദൈവം എന്നെ വിട്ടുമാറിയിരിക്കുന്നു. പ്രവാചകന്മാരെ കൊണ്ടാകട്ടെ, സ്വപ്നം കൊണ്ടാകട്ടെ എന്നോട് ഉത്തരമരുളുന്നില്ല. വായിച്ചാട്ടെ. എന്ത് ചെയ്യണമെന്ന് ദുരാത്മാവിന്റെ ബാധ പ്രാപിച്ച ഈ സ്ത്രീയോട് ചോദിക്കുക. വായിച്ചാട്ടെ. വായിച്ചാട്ടെ. നാളെ 24 മണിക്കൂർ ശേഷിക്കുന്നതിന് മുൻപ് നിന്റെ മരണം സംഭവിക്കും. നിന്റെ ശരീരത്തിൽ നിന്ന് വിട്ടുകിട്ടുന്ന ആത്മാവ് ഞാൻ വിശ്രമിക്കുന്ന പാതാളത്തിൽ എത്തിച്ചേരും. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. ഞാൻ അതിൻ്റെ വിശകലനത്തിലോട്ടൊന്നും കടക്കുന്നില്ല.
നിങ്ങൾ അംഗീകരിച്ചാലും അവഗണിച്ചാലും ഒരു വസ്തുത ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങളുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത മേഖലയിൽ നിങ്ങളെ സ്വാധീനിക്കാൻ കഴിവുള്ളൊരു ശക്തി ഈ പ്രപഞ്ചത്തിൽ നിലകൊള്ളുന്നുണ്ട്. എന്നാൽ അവൻ എത്ര ബലിഷ്ഠനായാലും യേശുവിൻ്റെ രക്തത്താൽ ജയം പ്രാപിച്ച ദൈവമക്കൾക്ക് അവനെ ജയിക്കാനുള്ള ആത്മവ്യാപാരം ഈ പകൽ വ്യാപരിക്കുന്നുണ്ട്. തിരിച്ചറിയുന്നവർ ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ. ഈ തലമുറയുടെ പ്രത്യേക സ്പിരിറ്റ്, ഈ തലമുറയുടെ പ്രത്യേക സ്പിരിറ്റ് ഇവിടെ ഇരുന്ന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മ നിയോഗത്തോടെ പറയട്ടെ, ഈ തലമുറയുടെ പ്രത്യേക ആത്മാവ് ഈ അന്തരീക്ഷത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പകലത്തെ ശുശ്രൂഷയ്ക്ക് നടുവിൽ ഞാൻ കുഞ്ഞാടിന്റെ നിയമരക്തത്തിൽ ആശ്രയിച്ച് ഇരുട്ടിന്റെ ശക്തികൾ ബന്ധിച്ചൊതുക്കി വെച്ചിരിക്കുന്ന ചില തലമുറകളുടെ കെട്ടുകളെ സ്വർഗം അഴിച്ചു മാറ്റേണ്ടതിന് ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. അഭിഷിക്തന്മാർ പ്രാർത്ഥിക്കട്ടെ, ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ പ്രാർത്ഥിക്കട്ടെ. ചരസിന് അടിമപ്പെട്ട്, കഞ്ചാവിന് അടിമപ്പെട്ട്, പ്രേമബന്ധങ്ങൾക്കകത്ത് കുടുങ്ങി, ആത്മദർശനം നഷ്ടപ്പെട്ട്, ദൈവിക വിഷയത്തിന് പ്രാധാന്യം നൽകാതെ കുറുക്ക് വഴികൾ തേടി ആസ്വാദ്യത കൊതിക്കുന്ന ഇന്നത്തെ തലമുറയുടെ സ്പിരിറ്റിന്റെ മേൽ ഈ തലമുറ ജയമെടുക്കത്തക്ക വിധം ഒരു വിശേഷ ദൈവശക്തിയുടെ ഒഴുക്ക് ഈ ഓഡിറ്റോറിയത്തിനകത്ത് ആത്മാവിൽ തളം കെട്ടി നിൽക്കുകയാണ്. മുൾപ്പടപ്പിന് മുകളിൽ ദൈവത്തിന്റെ തേജസ് വ്യാപരിച്ചപ്പോൾ ആ മുൾപ്പടപ്പ് പൊതിയപ്പെട്ടതുപോലെ ഇരിക്കുന്നത് കസേരയിലാണെങ്കിലും നിന്റെ ശരീരത്തിന്റെ കോശങ്ങൾ അറിയത്തക്ക വിധം ദൈവിക വിടുതലിന്റെ ആത്മീയ അഗ്നിസ്പർശനം ഇതിനകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ആത്മനിയോഗത്തോടെ പ്രാർത്ഥിക്കണം. ഈ വ്യാപരിക്കുന്ന സ്പിരിറ്റിന്റെ ഈ തലമുറയുടെ അടിമത്വത്തിനകത്തു നിന്ന് എനിക്കൊരു വിമോചനം വേണം. ഗ്ലോറി, ഹല്ലേലൂയ. ഞാൻ ഇന്നേക്ക് ചില നാളുകൾക്ക് പുറകിൽ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന 15 വയസ്സ് പ്രായമുള്ളൊരു ചെറുപ്പക്കാരൻ നിങ്ങളോട് പറയാൻ കഴിയാത്ത ഒരു മ്ലേച്ഛതയ്ക്കകത്ത് ജീവിതം ഹോമിച്ചു കഴിഞ്ഞപ്പോൾ ആ പ്രോഗ്രാം കഴിഞ്ഞ് അവിടെ നിന്ന് ഒറ്റയ്ക്ക് വളരെയധികം വിങ്ങിപ്പൊട്ടിക്കരഞ്ഞുകൊണ്ട് എൻ്റെ അടുക്കൽ വന്നൊരു വിഷയം പറഞ്ഞു. പാസ്റ്ററങ്ങളെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ചെയ്യരുത് എന്ന് 1000 തവണ ഞാൻ ചിന്തിക്കുന്നെങ്കിലും ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെട്ടു പോകുന്ന ഒരു ബൈൻഡിങ് എന്നെ ഭരിക്കുന്നു. ഇപ്പോൾ ഞാൻ കൊതിക്കുന്നു ആ കുറ്റബോധം നിമിത്തം മരണം ആസ്വദിച്ചിരുന്നെങ്കിൽ എന്ന്. ഈ ശുശ്രൂഷയ്ക്കകത്ത് നിങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ, യുവതി യുവാക്കന്മാരെ, പ്രിയപ്പെട്ടവരെ, ആവർത്തിച്ച് ചെയ്ത ഉപബോധ മനസ്സിൻ്റെ കടിഞ്ഞാൺ ഏറ്റുവാങ്ങി നിങ്ങൾ വിടുവിക്കപ്പെടാൻ ആഗ്രഹിച്ചാലും നിങ്ങൾക്ക് പുറത്തു കടക്കാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങളുടെ ആളത്വത്തെ അടിമയാക്കി വെച്ചിരിക്കുന്ന ഒരു വ്യാപാര ശക്തി ഈ തലമുറയുടെ പുറകിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതിനെ വെട്ടിമാറ്റാൻ കഴിവുള്ള ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വ്യാപാരം ഈ ആരാധനയ്ക്കകത്ത് സംഭവിക്കുന്നു. ശക്തമായി നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. നിങ്ങൾ ഒറ്റയ്ക്കല്ല പ്രാർത്ഥിക്കേണ്ടത്, ഇങ്ങനെ പ്രാർത്ഥിക്കണം. ഈ തലമുറയുടെ സ്പിരിറ്റിനെ എനിക്ക് ജയിച്ചേ പറ്റൂ. ഗ്ലോറി, ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. ആ വലത് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ച് ഈ തലമുറയുടെ ആത്മാവിനെ എനിക്ക് ജയിച്ചേ പറ്റൂ. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ബോധപൂർവം ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്ന ആ ആലോചനയ്ക്കകത്ത് ഹൃദയം തുറക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കൊതിയുണ്ടെങ്കിലും നിങ്ങളെ രക്ഷപ്പെടാൻ അനുവദിക്കാതെ നിങ്ങളുടെ ഇന്ദ്രിയങ്ങളിൽ സ്വാധീനം ചെലുത്തി നിങ്ങളെ ബന്ധിക്കാൻ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഈ തലമുറയുടെ ആത്മാവിന്റെ കെട്ടിനെ ഈ വചനത്തിന്റെ വ്യാപാര ശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം അഴിച്ചു മാറ്റുന്ന പകലാണ്. അതിനുവേണ്ടി കൊതിക്കുന്ന സഹോദരങ്ങൾ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ശബ്ദമുയർത്തിയൊന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചേ കേട്ടോ. ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുറത്തു വരാതിരിക്കത്തക്ക വിധം നിങ്ങൾക്കെതിരെയുള്ള കെട്ട് ശക്തമായിരിക്കും. എന്നാൽ എത്ര ഭീകരമായ ബന്ധനം നിങ്ങളുടെ വികാര തലത്തിന്മേൽ കടുങ്കട്ടായി ഉയർന്നാലും ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ ഇന്ന് പകലത് മുറിഞ്ഞു മാറത്തക്ക വിധത്തിൽ ഒരു ആത്മീയ സ്വാതന്ത്ര്യം ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. തിരിച്ചറിയട്ടെ, നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ഈ തലമുറയുടെ ആത്മാവ് അഴിയണം. ഞാൻ എൻ്റെ മുൻപിരിക്കുന്ന കുഞ്ഞുങ്ങളോട് പറയട്ടെ, മീൻ വെള്ളത്തിൽ സുഗമമായി യാത്ര ചെയ്യുമ്പോൾ മുൻപിൽ ചൂണ്ട ഇരയുമായി പൊതിഞ്ഞിറങ്ങുന്ന സമയം ചൂണ്ടയുടെ ഒളിപ്പിച്ചു വെച്ച ഇരയുടെ
ചലനവും സൗന്ദര്യവും മീൻ്റെ തൊണ്ടയ്ക്ക് ചെകളയിൽ കയറി ചൂണ്ട കുടുങ്ങുന്നത് വരെ വളരെ ആസ്വാദ്യകരമായിരിക്കും. സ്തോത്രം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ ചെകളയിൽ കുടുങ്ങിക്കഴിഞ്ഞു മാത്രമേ ആസ്വാദ്യത മാറൂ. എൻ്റെ 10ാം ക്ലാസ് പഠിക്കുന്ന സമയം എൻ്റെ കൂടെ പഠിച്ച മിടുമിടുക്കിയായൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. പെന്തക്കോസ്തു മാർഗത്തിൽ സൺഡേ സ്കൂൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമകാലീന പശ്ചാത്തലം. ഈ സമയത്ത് ഇന്നത്തെ പോലെ മൊബൈൽ ഫോണിനകത്തുകൂടെ പ്രേമലേഖനം ഇതൊന്നും കൈമാറുന്ന കാലമല്ല. അന്ന് ആകപ്പാടെയുള്ളത് പ്രേമ ലെറ്ററാണ്. ഞങ്ങളുടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയം, ഞാൻ പച്ചയ്ക്ക് തുറന്ന് പറയും, ഞങ്ങളുടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഞങ്ങളുടെ അധ്യാപകൻ ഒരു വടിയും കയ്യിൽ പിടിച്ച് കൈ ഇങ്ങനെ പുറകുവശത്ത് ചുരുട്ടി താൻ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഭിത്തിയോട് ചേർന്ന് കസേരയിൽ ഡെസ്കിൽ ക്രമീകരിച്ചിരിക്കുന്ന പെങ്കൊച്ചിൻ്റെ മുൻപിലോട്ട് ചെല്ലുമ്പോൾ അവൾ പുസ്തകക്കെട്ടിനകത്ത് നിന്ന് ആ കുറിപ്പെടുത്ത് സാറിൻ്റെ കയ്യിൽ വെച്ചു കൊടുക്കുന്ന സമയം കുട്ടികൾ കൂട്ടച്ചിരിയോടുകൂടെ പൊട്ടിച്ചിരിക്കുന്നത് കണ്ടിട്ടുള്ളയാളാണ് ഞാൻ. അന്ന് സ്നേഹത്തോടെ ഈ മോളോട് മാതാപിതാക്കളും കുടുംബാംഗങ്ങളും പറഞ്ഞു, അരുത് മോളെ, മദ്യപാനിയായ ഒരു ചെറുപ്പക്കാരൻ്റെ മുൻപിൽ നിന്റെ ജീവിതം തകർച്ചയായിരിക്കും. പക്ഷേ അണുവിട സ്വീകരിച്ചിട്ടില്ല. ഒരു ഭ്രാന്തിയെപ്പോലെ അവൾ ആകർഷിക്കപ്പെട്ടു. ഏതാണ്ട് ഒരു 2.25 പതിറ്റാണ്ട് കഴിഞ്ഞു. ഞാനൊരു ദിവസം ഒരു പ്രത്യേക പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ ഒരു ഭർത്താവ് തലമുടി കുത്തിന് പിടിച്ച് ഭിത്തിയിലേക്ക് മുഖം ഉരപ്പിച്ച് ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുകയാണ്. എന്നെ കണ്ട ഉടനെ അലറിക്കരഞ്ഞുകൊണ്ട് ഈ സഹോദരി പറയുക, പാസ്റ്ററേ, ആരെങ്കിലുമൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് പറ, പ്രേമത്തിൽ കുടുങ്ങരുത്, അത് ജീവിതം ദുരന്തമാക്കുമെന്ന്. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ വികാരങ്ങളെ വല്ലാത്ത ബന്ധനത്തിൽ ചങ്ങലയ്ക്കിട്ട് നിങ്ങൾ ദുരന്തത്തിലെത്താതെ നിങ്ങളെ വിടാതിരിക്കത്തക്ക വിധം വ്യാപരിക്കുന്ന ഈ തലമുറയുടെ അതിശക്തമായ ചില സ്പിരിറ്റുകളുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണം. അതിൽ ഞാൻ ചില സ്പിരിറ്റുകളുടെ പേര് പറയാൻ പോവുകയാണ്. ഒന്നാമത്തെ സ്പിരിറ്റ് സ്വയസ്നേഹത്തിൻ്റെ സ്പിരിറ്റ്. വിശദീകരണം പറയുമ്പോൾ മനസ്സിലാകും. രണ്ടാമത്തെ സ്പിരിറ്റ് ആസ്വാദ്യതയുടെ സ്പിരിറ്റ്. മൂന്നാമത്തെ സ്പിരിറ്റ് തെറ്റിനെ ശരിയെന്നും ശരിയെ തെറ്റെന്നും ലജ്ജ കൂടാതെ പറയാൻ പ്രേരിപ്പിക്കുന്ന ഒരു സ്പിരിറ്റ്. നാലാമത്തെ സ്പിരിറ്റ്, സ്തോത്രം, ദൈവത്തെ മാറ്റി നിർത്തി നേട്ടങ്ങൾക്ക് കൊതിക്കുന്ന ഒരു സ്പിരിറ്റ്. അഞ്ചാമത്തെ സ്പിരിറ്റ് എന്തും നേടിയെടുക്കാൻ കുറുക്കുവഴി തേടുന്ന ഒരു സ്പിരിറ്റ്. സ്തോത്രം. 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നിങ്ങൾക്കൊന്നുകൂടെ ശാന്തമായി പറഞ്ഞുതരാം, സമയം മുന്നോട്ട് പോകുന്നു. ഈ തലമുറയുടെ സ്പിരിറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ശ്രദ്ധിച്ച് കേൾക്കണേ, നിങ്ങളുടെ ഉള്ളിലേക്കൊന്ന് ഉള്ളിൽ കയറണം. ഒന്നാമത്തെ സ്പിരിറ്റ് സ്വയസ്നേഹത്തിൻ്റെ സ്പിരിറ്റ്, സ്തോത്രം. രണ്ടാമത്തെ സ്പിരിറ്റ് ആസ്വാദ്യതയുടെ സ്പിരിറ്റ്. മൂന്നാമത്തെ സ്പിരിറ്റ് തെറ്റിനെ ശരിയെന്നും ശരിയെ തെറ്റെന്നും പറയാൻ ഒരു മടിയുമില്ലാത്ത ആത്മാവ്. നാലാമത്തെ സ്പിരിറ്റ് ദൈവത്തെ മാറ്റി നിർത്തി നേട്ടം കൊയ്യാൻ കുതിക്കുന്ന സ്പിരിറ്റ്. അഞ്ചാമത്തെ സ്പിരിറ്റ് എന്ത് കാര്യവും വെട്ടിപ്പിടിക്കാൻ, തട്ടിപ്പറിക്കാൻ, പറ്റിച്ചെടുക്കാൻ, ഒപ്പിച്ചെടുക്കാൻ കുറുക്കുവഴി തേടുന്ന ഒരു സ്പിരിറ്റ്. ഒന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ, എല്ലാവരും കൂടെ ശബ്ദം ഉയർത്തി യേശുവേ എന്നൊന്ന് പറഞ്ഞേ. പോരാ 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 പോരാ, ശബ്ദം ഉയരട്ടെ. ഞാനിന്ന് പറയട്ടെ, ഇതൊരു കൗൺസിലിംഗ് ക്ലാസ് അല്ല, ഇത് യേശുവിൻ്റെ സാന്നിധ്യം അറിയുന്ന മീറ്റിംഗ് ആണ്. ചില പ്രിയപ്പെട്ടവരെ പിടിച്ചമർത്തിയിരിക്കുന്ന ഈ തലമുറയുടെ സ്പിരിറ്റിൻ്റെ ബന്ധനത്തെ എൻ്റെ യേശുവിൻ്റെ മുറിവേറ്റ കരം ഈ ഓഡിറ്റോറിയത്തിൽ ഇറങ്ങി വന്ന് ആത്മാവിൽ അഴിച്ചു മാറ്റുന്ന കാഴ്ച ഞാൻ കണ്ടുകൊണ്ടാണ് ഈ ആത്മീയ ശുശ്രൂഷയ്ക്ക് നടുവിൽ നിൽക്കുന്നത്. പരിശുദ്ധാത്മാവ് പറയുന്നു, പൈതലേ, നിന്റെ വിടുതലിൻ്റെ പകലാണ് ഈ പകൽ. കുഞ്ഞെ, യൗവനക്കാരാ, നിന്റെ വിടുതലിൻ്റെ പകലാണ് ഈ പകൽ. ദൈവഹിതത്തിന് വിപരീതമായി നിന്നെ ഭരിക്കുന്ന ഈ സ്പിരിറ്റിൻ്റെ
ആത്മാവിൻ്റെ മേൽ ഇന്ന് പകൽ ആത്മാവിൽ ജയമെടുക്കേണ്ടതിന് കർത്താവിൻ്റെ കരം നിന്നെ കയറി പിടിക്കുകയാണ്. അതിശക്തമായ ആത്മവ്യാപാരം ഇന്ന് പകൽ സകലത്തെ ശുശ്രൂഷയ്ക്ക് നടുവിൽ ഒരുപറ്റം ദൈവമക്കളുടെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ ദൈവാത്മ പകർന്നുകൊണ്ടിരിക്കുമ്പോൾ ചില മനസ്സുകളിൽ വല്ലാതെ വേരോടി നിൽക്കുന്ന ഉപബോധ മനസ്സിനെ ബന്ധിച്ചിരിക്കുന്ന കെട്ടുകളെ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി അഴിച്ചു മാറ്റിയിട്ട് നിത്യ ദർശനത്തിലേക്ക് ചില വ്യക്തികളുടെ കണ്ണുകളെ കർത്താവ് ഇന്ന് പകൽ നടത്താൻ തുടങ്ങുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. പ്രത്യേകം ശ്രദ്ധിക്കുക, അതിപ്രധാനപ്പെട്ട ഈ തലമുറയുടെ 5 സ്പിരിറ്റുകൾ ശ്രദ്ധിക്കണേ. 5 സ്പിരിറ്റ്. ഒന്നാമത്തെ എന്താ? സ്തോത്രം. എന്താ? രണ്ടാമത്തേത് ആസ്വാദ്യത. മൂന്നാമത്തേത് തെറ്റിനെ ശരി, ശരിയെ തെറ്റ്. നാലാമത്തേത് ദൈവത്തെ മാറ്റി നിർത്തി നേട്ടങ്ങൾ കൊയ്യുക. അഞ്ചാമത്തേത് എന്തും വെട്ടിപ്പിടിക്കാൻ കുറുക്ക് വഴി തേടുക. ഓരോന്നും മണിക്കൂറുകൾ പറയണം. 1 സ്വയസ്നേഹത്തിൻ്റെ സ്പിരിറ്റ്. സ്തോത്രം. ഞാൻ അത് കഴിഞ്ഞേ മറ്റുള്ളവരാരുമുള്ളൂ. ഞാൻ കഴിയുന്നില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. ഞാൻ കഴിഞ്ഞിട്ട് മറ്റുള്ളവരുള്ളൂ, പക്ഷെ ഞാൻ കഴിയുന്നില്ലല്ലോ. മറ്റുള്ളവർ എനിക്ക് വിഷയമല്ല. ഓർക്കുക, നിങ്ങൾ വേദപുസ്തകത്തിലേക്ക് നോക്കുക. വേദപുസ്തകത്തിൽ ഈ ആസ്വാദ്യതയുടെ സ്പിരിറ്റിന് നന്നായി കാണാം. നിങ്ങൾക്കറിയാമോ, ആസ്വാദ്യത മാത്രമല്ല, സ്വയത്തിൻ്റെ സ്പിരിറ്റ് എന്ന വിഷയം നിങ്ങൾ നിർത്താൽ സ്വയത്തിലേക്ക് ആളുകൾ ചുരുങ്ങുകയാണ്. ഞാൻ ചോദിക്കുന്നു, കത്തുന്ന യാഗപീഠത്തിൻ്റെ മുൻപിൽ, ദൈവം പോലും വരവേക്കുന്ന ഭവനത്തിൻ്റെ മുൻപിൽ അബ്രഹാമുമായി ഒരുമിച്ച് കഴിയുന്ന സമയം പാപത്തിൻ്റെ പച്ച മ്ലേച്ഛത, സോദോം എന്ന ഭീകര സെക്ഷൽ ഇമോറാലിറ്റി നിറഞ്ഞു നിൽക്കുന്ന സോദോമിലേക്ക്, ഗേ ലെസ്ബിയൻ മ്ലേച്ഛത നിറഞ്ഞ സോദോമിലേക്ക് ലോത്തും കുടുംബവും നടന്നടുക്കാൻ അവരെ പ്രേരിപ്പിച്ച ശക്തി ഏതാണെന്ന് അറിയാമോ? ഞാൻ ചോദിക്കട്ടെ, ഈ ഭക്തന്റെ വീട്ടിൽ കൂട്ടത്തിൽ വളർന്ന ഈ വീട്ടിൽ പെൺമക്കൾ അപ്പന് മദ്യം ഒഴിച്ചു കൊടുക്കുന്ന, മദ്യം കുടിച്ചതിന് ശേഷം പരിപാവനമായ പിതൃമക്കൾ ബന്ധം ഉപേക്ഷിച്ച അവിഹിത ബന്ധത്തിലെത്താൻ ഗുഹയിൽ പരിശീലിച്ച ആ മാതൃക പഠിച്ചെടുത്ത സ്ഥലം എവിടെയാണ്? അത് അഗ്നിയിൽ വെന്തരിഞ്ഞ് അവസാനിച്ച സോദോമിന്റെ സംസ്കാരമാണ്. അപ്പനും മക്കളും ഒരുമിച്ചിരുന്ന് മദ്യം സേവിക്കുക മാത്രമല്ല, മ്ലേച്ഛതയിൽ നിന്ന് മ്ലേച്ഛതയിലേക്ക് പോകാൻ ലോത്തേ നിന്നെ ഭരിച്ച ശക്തിയേതാ? നിന്റെ സ്വയസ്നേഹത്തിന്റെ സ്പിരിറ്റ്. അതിഭയങ്കരമായ അനുഗ്രഹങ്ങൾ കത്തിജ്വലിക്കുന്ന കാലഘട്ടത്തിൽ വിശപ്പിന്റെ വെളിയിൽ ചുവന്ന പായസം കണ്ടപ്പോൾ വേണ്ട എന്ന് വെച്ച് പായസം വാങ്ങിക്കുടിക്കാൻ യേശാവിന്റെ പുറകിൽ വ്യാപരിച്ച ശക്തിയത സ്വയസ്നേഹത്തിന്റെ സ്പിരിറ്റ്. 3.5 വർഷം ദൈവപുത്രന്റെ കൂടെ നടന്നിട്ടും സ്നേഹം ലെവലേശമില്ലാതെ 30 വെള്ളിക്കാശിന് രക്ഷകനെ ഒറ്റിക്കൊടുക്കാൻ യൂദയിൽ വ്യാപരിച്ച ശക്തിയത സ്വയസ്നേഹത്തിന്റെ സ്പിരിറ്റ്. ഇന്ന് പകൽ ഈ ദൂത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഉള്ളിലും ഇങ്ങനൊരു ആത്മാവിൻ്റെ സ്പിരിറ്റ് വ്യാപരിക്കും. ഇന്ന് പകൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിന്മേൽ എനിക്ക് ജയമെടുക്കണം. സ്വയസ്നേഹത്തിൻ്റെ ആത്മാവിൻ്റെ മേൽ ഞാൻ പറയട്ടെ, പ്രാർത്ഥിക്കുന്ന നീ പറയണം, എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് എൻ്റെ മേൽ ദൈവത്തിൻ്റെ വിടുതൽ വ്യാപരിക്കേണ്ടത്. പ്രാർത്ഥിച്ച് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ അല്പമായ ഉപകരണത്തെ കൊണ്ട് അത്ഭുതം ചെയ്യുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ കരം, എനിക്ക് കഴിവില്ല കർത്താവേ എന്ന് നീ ഇരിക്കുന്ന ഇരിപ്പിൽ കരങ്ങളൊന്ന് ഉയർത്തി പറഞ്ഞാൽ നിന്നെ അസാധാരണമായി ഉപയോഗിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ആത്മാവിൽ ഇങ്ങനെ പ്രാർത്ഥിക്കട്ടെ, എനിക്ക് സ്വയസ്നേഹത്തിൻ്റെ ആത്മാവിൽ നിന്ന് ഞാൻ പറയട്ടെ, സ്വയസ്നേഹത്തിൽ പോയിട്ടുള്ള ഒരുത്തനും രക്ഷപ്പെട്ടിട്ടില്ല. എന്നാൽ നടത്താൻ നിന്റെ കരം എന്നെ പിടിക്കണമേ എന്ന് പറഞ്ഞ് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ നിന്റെ കുടുംബത്തിനകത്ത് ആധിപത്യം പുലർത്തുന്ന ഇരുട്ടിൻ്റെ ശക്തികളെ അഴിച്ചുമാറ്റി നിന്നെ വിടുവിക്കാൻ കഴിവുള്ള കർത്താവിൻ്റെ കരം ബലത്തോടെ ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കണം, എന്നെ സ്വയസ്നേഹത്തിനകത്തു നിന്നും ഒന്ന് വിടുവിക്കണം.
ഗ്ലോറി, ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, 60 ലക്ഷം യഹൂദന്മാരെ കിരാതമായി കൂട്ടക്കൊല ചെയ്യാൻ ഹിറ്റ്ലറിൻ്റെ പുറകിൽ പ്രേരിപ്പിച്ച ശക്തി ഏതെന്നറിയാമോ? സ്തോത്രം. ഒരിക്കലും മുങ്ങാത്ത എന്ന പേരിൽ നീങ്ങിയ ആ ടൈറ്റാനിക് ദുരന്തത്തിൻ്റെ പുറകിലെ അഹങ്കാരത്തിൻ്റെ പുറകിൽ പ്രേരിപ്പിച്ച ശക്തി ഏതെന്നറിയാമോ? ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പുറകിൽ സ്വയസ്നേഹത്തിൻ്റെ സ്പിരിറ്റ് നിൽക്കുന്നുണ്ട്. സ്വയസ്നേഹം ഒഴിച്ചു മാറ്റി ദൈവസന്നിധിയിൽ ആശ്രയിച്ച് അടുത്തു വന്നാൽ വിഷയത്തെ തൊടാൻ ദൈവാത്മാവിന് കഴിയും. സ്വയസ്നേഹത്തിൻ്റെ സ്പിരിറ്റിൻ്റെ മേൽ ജയമെടുക്കണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ട് കരഞ്ഞുപോയ രംഗമാണ്. സ്തോത്രം. ഒരു കോടതി വളപ്പാണ് രംഗം. കോടതി വളപ്പിൽ അമ്മ ചെന്ന് മകളോട്, ഒരക്രൈസ്തവ ചെറുപ്പക്കാരൻ്റെ കൂടെ മകൾ ഇറങ്ങിപ്പോകുമ്പോൾ മോളെ എന്ന് പറഞ്ഞ കാലിൽ കെട്ടിപ്പിടിക്കുകയാണ്. ആ സമയം കോടതി വളപ്പിൽ ആളുകൾ നോക്കി നിൽക്കുമ്പോൾ അഡ്വക്കേറ്റിൻ്റെ മുൻപിൽ വെച്ച് പെറ്റമ്മയെ തൊഴിച്ചെറിഞ്ഞതിന് ശേഷം ഈ ചെറുപ്പക്കാരി കടന്നു പോകുന്ന കാഴ്ച കാണുമ്പോൾ കുടുംബത്തിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് അവൾക്ക് വിഷയമല്ല. നിങ്ങൾക്കറിയാമോ, സ്വയസ്നേഹത്തിൻ്റെ ആത്മാവ് കയറിക്കഴിഞ്ഞാൽ അസാധാരണ ദുരന്തങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. തിരിച്ചറിയുമ്പോഴേക്കും അപകടം ഭീകരമായിരിക്കും. രണ്ടാമത്തെ സ്പിരിറ്റാണ് ആസ്വാദ്യതയുടെ സ്പിരിറ്റ്. നിങ്ങൾക്കറിയാമോ, 10 മിനിറ്റ് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ നമുക്ക് സമയമില്ല. ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കാൻ മനസ്സ് അനുവദിക്കുന്നുമില്ല. പക്ഷേ ഓർക്കുക, സോഷ്യൽ മീഡിയയിൽ മാന്തിക്കൊണ്ടിരിക്കാൻ രാത്രി മുഴുവൻ കഴിഞ്ഞാലും മനുഷ്യ ശരീരത്തിന് ആവശ്യമായ ഗാഠനിദ്ര പോലും മാറ്റിവെച്ച് തലച്ചോറിൻ്റെ കെമിക്കൽ ഇംബാലൻസിലേക്ക് പോകത്തക്ക വിധത്തിൽ സോഷ്യൽ മീഡിയ ഉപകരണങ്ങളിലേക്ക് നമ്മെ വലിച്ചടുപ്പിക്കുന്ന ഒരു ആസ്വാദ്യതയുണ്ട്. ആ ആസ്വാദ്യതയുടെ പുറകിൽ വ്യാപരിക്കുന്ന ശക്തി അമാനുഷികമാണ്. ഇന്ന് പകൽ തിരിച്ചറിയണം. ആ ആസ്വാദ്യത പല മേഖലകൾ ഭരിക്കും. ഒന്നാമത്തെ അതിപ്രധാനപ്പെട്ട ആസ്വാദ്യത ശാരീരിക ആസ്വാദ്യത എന്ന് പറഞ്ഞ ശബ്ദം ഉയർത്തി. ഒന്നാമത്തെ ആസ്വാദ്യത ശാരീരിക ആസ്വാദ്യത. രണ്ടാമത്തെ ആസ്വാദ്യത മാനസിക ആസ്വാദ്യത. മൂന്നാമത്തെ ആസ്വാദ്യത സാമൂഹിക വൈകല്യങ്ങൾ എന്ന ആസ്വാദ്യത. സ്തോത്രം. ഓരോന്നും വിശകലനം ചെയ്യാൻ സമയമില്ല. നിങ്ങൾക്കറിയാമോ, ശാരീരിക ആസ്വാദ്യത അതേത് മേഖലയെയും ഭരിക്കും. സ്തോത്രം. ഏത് മേഖലയെയും ഭരിക്കും. ഇത് തുടക്കം കുറിച്ചു പോയെങ്കിൽ, ശ്രദ്ധിക്കണേ കുഞ്ഞുങ്ങൾ, ചെറുപ്പക്കാർ ശ്രദ്ധിക്കും, തുടക്കം കുറിച്ചു പോയെങ്കിൽ അതിൻ്റെ ഭീകരത നിങ്ങളെ തകർത്തയടങ്ങൂ. സ്തോത്രം. ഞാൻ ഇന്നേക്ക് ചില വർഷങ്ങൾക്ക് പുറകിൽ വിദേശത്തൊരു സ്ഥലത്തായിരിക്കുമ്പോൾ ഒരപ്പൻ കണ്ണുനീരിൽ കുതിർന്ന ഒരു കഥ എന്നോട് പങ്കുവച്ചു. എൻ്റെ മനസ്സിൽ ഈ സമയത്ത് ആസ്വാദ്യത എന്ന വിഷയത്തിൽ എന്നെ സ്പർശിക്കുന്നതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം. വളരെ ഗൗരവമായതും ഈ തലമുറ ശ്രദ്ധിക്കണമൊരു സംഭവമാണ്. എന്ന് പറഞ്ഞു, പാസ്റ്ററേ, എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളും ഒറ്റ മോനുമാണ്. ഒത്തിരി കരുതലോടാണ് ഞാൻ അവനെ വളർത്തിയത്. ഒത്തിരി പ്രതീക്ഷയുണ്ടായിരുന്നു അവനിൽ. അവനെ കീബോർഡ് പഠിപ്പിച്ച് ചർച്ചിൻ്റെ ആരാധന മുൻപിൽ നിർത്തി എൻ്റെ കുഞ്ഞെല്ലാത്തിലും സ്റ്റാറാകണം എന്ന് എൻ്റെ മനസ്സ് വല്ലാതെ കൊതിച്ചു. നിങ്ങളുടെ മാതാപിതാക്കളുടെ നിങ്ങളെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ അറിയാമോ? ഒത്തിരി കൊതിച്ചു. അവൻ സ്റ്റാറായി. ആരാധനയുടെ സഭായോഗത്തിൻ്റെ ചലനം അവൻ്റെ കീബോർഡിൻ്റെ കട്ടയിലായിരുന്നു. സ്തോത്രം. പ്രായമായപ്പോൾ അവന് ഒരു നല്ല വിവാഹം നടക്കണം എന്നാഗ്രഹിച്ച് ഞാൻ തന്നെ മുൻകൈയെടുത്ത് ഒരു ഡോക്ടർ പെൺകുട്ടിയെ പെന്തക്കോസ്തിൻ്റെ മധ്യ തിരുവിതാംകൂറിലെ ആസ്ഥാന കേന്ദ്രത്തിലെ ഒരു സഭയിൽ നിന്നുള്ളൊരു പെൺകുട്ടിയെ, ഞാൻ ഊരും പേരും പറയാതെ അങ്ങനെ അങ്ങ് പറയുക. സ്തോത്രം. വിവാഹാലോചന എത്തി. ഞങ്ങൾ ആ കാര്യം ഉറപ്പിച്ചു. അവനും സഹകരിച്ചു. വിവാഹം പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിലെ ആ കാലഘട്ടത്തിലെ ഒരു കാരണവരുടെ നേതൃത്വത്തിൽ ആസ്ഥാനത്തെ ഓഡിറ്റോറിയത്തിൽ തന്നെ നടന്നു. ആ പിതാവ് അടുത്ത് പറയുന്നത് ഞെട്ടിപ്പിക്കുന്ന വാർത്ത. എമിഗ്രേഷൻ പൂർത്തിയാക്കി 2 വർഷം കഴിഞ്ഞ് പെൺകുഞ്ഞിവിടെ എത്താൻ സമയമായി. അവൾ എയർപോർട്ടിൽ എത്തുന്നു എന്ന് ഞാൻ എൻ്റെ മകനോട് പറഞ്ഞപ്പോൾ അവന് വലിയ താല്പര്യമില്ല.
എന്തിന്? ആ കുഞ്ഞിനെ എയർപോർട്ടിൽ നിന്ന് വീട് വരെ. ഇത് കത്തോലിക്കരുടെയോ ഹൈന്ദവരുടെയോ മുസ്ലിംസിൻ്റെയോ വിഷയമല്ല. ഇത് വേർപെട്ട ദൈവമക്കളുടെ കുടുംബത്തിൽ നടന്ന സംഭവമാണെന്ന് ഓർക്കണം. വീട് വരെ കൊണ്ടുവരാൻ പോലും എയർപോർട്ടിലേക്ക് പോകാൻ അവന് താല്പര്യമില്ല. ഒരു വിധത്തിൽ ഞാൻ ആ കുഞ്ഞിനെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. ഇനി അടുത്താണ് കേൾക്കേണ്ടത്. അന്ന് വൈകിട്ട് അവളോട് യാത്ര പറഞ്ഞ്, ഞാൻ പറയാൻ ലജ്ജിക്കുന്നു, അവൻ്റെ ഗേ സ്നേഹിതൻ്റെ കൂടെ രാത്രിയിൽ അവൻ വിശ്രമിക്കാൻ പോയി. നിങ്ങൾ എന്തായി കേൾക്കുന്നേ? കഴിഞ്ഞ ഞായറാഴ്ചകളിൽ സഭയിലെ ആരാധനയെ കീബോർഡിന്റെ താളത്തിൽ തുള്ളിച്ച ചെറുപ്പക്കാരന്റെ പുറകിൽ വ്യാപരിച്ച ശക്തി ഏതാണ്? നിങ്ങൾ ഓർക്കണം, മാനസിക കഴിവുകൾ കൃപാവരങ്ങളല്ല. പ്രസംഗ ചാതുര്യം മാനസിക കഴിവ്, ഇതര ഉപകരണ ഉപയോഗം മാനസിക കഴിവ്. എന്നാൽ മാനസിക കഴിവുകൾക്കപ്പുറത്ത് പരിശുദ്ധനായ ദൈവത്തിൻ്റെ ശക്തിയുണ്ട്. മാനസിക കഴിവുകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ആത്മീയനാണെന്ന് അഭിനയിക്കുന്ന അനേക തലമുറകളെ പോലും ബന്ധിച്ചിരിക്കുന്ന പാപത്തിൻ്റെ ആസ്വാദനങ്ങളുണ്ട്. ഇന്ന് പകൽ നമുക്ക് പ്രാർത്ഥിക്കണം, അങ്ങനെയുള്ള സകല ആസ്വാദനത്തിൻ്റെ മേലും എനിക്കൊന്ന് ജയമെടുക്കണമെന്ന്. ഇന്ന് കരമുയർത്തിപ്പിടിച്ച് ശക്തമായി ഇന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ഗ്ലോറി, ദൈവത്തിന് മഹത്വം. ശബ്ദമുയരട്ടെ എല്ലാ പ്രിയപ്പെട്ടവരും. ഇനിയുമുള്ളൊരു 10-15 ഇതെല്ലാം ഒന്ന് വിശദീകരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ സമയമെടുക്കാൻ പോകുകയാണ്. എൻ്റെ പിൻപിലിരിക്കുന്ന ദൈവദാസന്മാരും ദൈവമക്കളും ആത്മാവിൽ, കർത്തൃദാസനൊക്കെ പ്രാർത്ഥിക്കണം. അന്യഭാഷയിൽ പ്രാർത്ഥിക്കാവുന്ന സകല പ്രിയപ്പെട്ടവരും ആത്മാവിൽ പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജയം. ഞാൻ കാണുന്നു കൈപ്പത്തി പോലെ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ വ്യാപാരം ഈ ഓഡിറ്റോറിയത്തിൻ്റെ മീതെ നിഴൽ മൂടി നിൽക്കുന്നുണ്ട്. ഇതിനകത്ത് നിൽക്കുന്ന ചില കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിന് വിടുതലിൻ്റെ കരം യേശുവിൻ്റെ നാമത്തിൽ വ്യാപരിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങളുടെ കണ്ണുകളുടെ കവാടത്തിലൂടെ, നിങ്ങളുടെ കാതുകളുടെ കവാടത്തിലൂടെ ദൈവത്തിന് സ്തോത്രം, അന്ത്യകാലത്തിൻ്റെ സ്പിരിറ്റ് നിങ്ങളുടെ അടുക്കലേക്ക് വ്യാപരിച്ചുകൊണ്ട് നിങ്ങളെ തകർക്കാൻ വാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പുൾപിറ്റിൽ നടത്തുന്ന പ്രഭാഷണത്തിന് നടുവിൽ ബന്ധിക്കപ്പെട്ട ചില ശരീരങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന കെട്ടുകളെ സ്വർഗം അഴിച്ചു മാറ്റുന്ന പകലാണ് ഈ പകൽക്കാലം. യേശുവിൻ്റെ നാമത്തിൽ ജയം. ഈ തലമുറയുടെ ആത്മാവിൻ്റെ കെട്ട് ചില പ്രിയപ്പെട്ടവരിൽ നിന്ന് ആത്മാവിൽ ഇന്ന് പകൽ അഴിഞ്ഞു മാറട്ടെ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും അഹങ്കാരികളും, വൻപ് പറയുന്നവരും ധാഷ്ട്യക്കാരും നിഗളികളും, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും, അതെ ഭോഷ്കു പറയുന്നവരും, ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കുമെങ്കിൽ ഈ അന്ത്യകാലത്ത് വ്യാപരിക്കുന്ന ആത്മാവിൻ്റെ വ്യാപാരം ഒരു ചെറുപ്പക്കാരുടെ തലമുറയെ കെട്ടിവെച്ചിരിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ആ കെട്ട് അഴിഞ്ഞു മാറത്തക്ക വിധം എൻ്റെ ദൈവത്തിൻ്റെ കരം ചലിക്കുന്നു എന്ന് ആത്മാവിൽ തിരിച്ചറിയുന്ന പ്രിയപ്പെട്ടവർ പ്രാർത്ഥിച്ചു തുടങ്ങിക്കട്ടെ. ശക്തമായി ശബ്ദമുയരട്ടെ, പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഇടത്തും വലത്തും ഇരിക്കുന്ന ആളുകൾ കേട്ടാലും കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ലജ്ജ കൂടാതെ എൻ്റെ പ്രാർത്ഥനാ വിഷയത്തെ ഇന്ന് പകലിൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ കൈമാറുകയാണ്. ഈ ഓഡിറ്റോറിയത്തിലെ പ്രാർത്ഥനാ രംഗം വിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ പുതിയൊരു വ്യക്തിയായി കയറി ചെല്ലത്തക്ക വിധത്തിൽ എൻ്റെ മനസ്സിനെ ചങ്ങലക്കിട്ടിരിക്കുന്ന ചില അസാധാരണ ബന്ധനങ്ങളുടെ ആസ്വാദ്യതയുടെ ആത്മാവിനെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അഴിച്ചെടുക്കാൻ വ്യാപരിക്കേണ്ട ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർ ഒരുമിച്ച് ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കട്ടെ. ഇതിനകത്ത് അഭിഷിക്തന്മാരായ ദൈവദാസന്മാർ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. ഇതിനകത്ത് ദൈവകരം ചലിക്കാൻ തുടങ്ങുകയാണ്. നിന്റെ കണ്ണിൻ്റെ കവാടത്തിലൂടെ, നിന്റെ കാതിൻ്റെ കവാടത്തിലൂടെ, നിന്റെ അധരത്തിൻ്റെ കവാടത്തിലൂടെ, നിന്റെ നാസാരന്ധ്രങ്ങളുടെ ഗന്ധ സ്വാധീനത്തിലൂടെ വ്യാപരിക്കുന്ന ചില അഡിക്ഷനുകൾ നിങ്ങളുടെ ശരീരത്തെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകലത്തെ ശുശ്രൂഷയ്ക്ക് നടുവിൽ അസാധാരണ ദൈവാഭിഷേകം താൽ നിറഞ്ഞ ചില DL മൂടിമാരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ തലമുറയിൽ ഉപയോഗിക്കേണ്ട ചില ചാൾസ് വെസ്ലിമാരെ, ഓ രക്തത്താൽ ജയം, എൻ്റെ ദൈവത്തിന്റെ കൈകളിൽ ഉപയോഗിക്കപ്പെടേണ്ട ചില വില്യം ടിൻഡൈലന്മാരെ, ഓ രക്തത്താൽ ജയം, എൻ്റെ ദൈവത്തിന്റെ കൈകളിലെ അത്ഭുത ഉപകരണങ്ങളായി മാറേണ്ട
ചില സ്പർജന്മാരെ, ഓ ദൈവത്തിന് സ്തോത്രം, അസാധാരണമായി വേദിയിൽ ഉപയോഗിക്കപ്പെടുന്ന ചില മേരി കോവൂരന്മാരെ എൻ്റെ ദൈവം ഇതിനകത്ത് പണിതെടുക്കാൻ, ആ ബന്ധനത്തെ തകർക്കുന്ന ദൈവശക്തി വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്നുണ്ട്. തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. അഡിക്ഷന്റെ ആത്മാവിന്റെ മേൽ ജയമെടുക്കുക. പ്രാർത്ഥന ഉയരട്ടെ, പ്രാർത്ഥന ഉയരട്ടെ, പ്രാർത്ഥന ഉയരട്ടെ. ഒരു വായ് പോലും അടഞ്ഞിരിക്കരുത്, ഒരധരം പോലും പൂട്ടിയിരിക്കരുത്. എല്ലാവരും പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ, പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. പാസ്റ്ററെ, എനിക്ക് ജയമെടുക്കാൻ കഴിയുന്നില്ല, എൻ്റെ ജീവിതത്തിന് പുറത്തു വരാൻ കഴിയുന്നില്ല. ആവർത്തനത്താൽ ഉപബോധ മനസ്സ് ഏറ്റുകൊണ്ടുപോയ ആ ബന്ധനത്തിൻ്റെ സ്വാധീന വലയത്തെ പൊട്ടിച്ച് ഇന്ന് പകൽ കുഞ്ഞാർജ രക്തത്തിൻ്റെ ശക്തി ചില തലമുറകളെ പുറത്തെടുത്ത് അവരെ അസാധാരണ ദൈവാധികാരത്താൽ നിറച്ച് ഇന്ന് പകൽ ജീവിതത്തിന്റെ അവയവങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുന്ന ചില പ്രത്യേക മാരക വിപത്തുകളെ അഴിച്ചു മാറ്റാൻ ദൈവശക്തി തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ. അഭിഷിക്തർ എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. തേജസ് ഉടുത്തവനായി യേശു ഈ ഓഡിറ്റോറിയത്തിന് നടുവിലൂടെ ഇതാ ഇന്ന് പകൽ നടന്നുകൊണ്ടിരിക്കുന്നു. ചില വിപത്തുകളെ അഴിച്ചു മാറ്റാൻ കർത്താവിന്റെ കരം ചലിക്കുന്നു. ഓ ദൈവത്തിന് സ്തോത്രം. അതിവേഗത്തിൽ പാഞ്ഞു നീങ്ങുന്ന ഒരു വാഹനത്തിന്റെ മുൻപിൽ പോലീസുകാരൻ സ്റ്റോപ്പ് സിഗ്നൽ കാണിക്കുന്നത് പോലെ ചില ചെറുപ്പക്കാരുടെ മുൻപിൽ സ്വർഗം ഇന്ന് പകൽ ചില സ്റ്റോപ്പ് സിഗ്നലുകൾ കാണിക്കുകയാണ്. നിന്റെ സ്റ്റെപ്പുകൾ ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് നിന്റെ സ്റ്റോപ്പുകൾ ഭരിക്കപ്പെടുന്നില്ലെങ്കിൽ ഏറെ അപകടത്തിലേക്ക് നീങ്ങുമെന്ന് ദൈവാത്മാവ് ഇന്ന് പകൽ അഴിയതെ സംസാരിക്കുമ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചു തുടങ്ങേണ്ട. കർത്താവേ, എനിക്കിന്ന് പകൽ എൻ്റെ മേൽ വ്യാപരിക്കുന്ന ആസ്വാദ്യതയുടെ ആത്മാവിന്റെ മേൽ ജയമെടുക്കണം കർത്താവേ. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചേ. ശബ്ദം ഉയരട്ടെ. അക്കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചേ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ചേ. കരങ്ങൾ ഉയരട്ടെ, കരങ്ങൾ ഉയരട്ടെ. നിങ്ങൾ ആരും മടിക്കേണ്ട. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കണം, ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കണം, ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കണം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. യേശുവിൻ്റെ നാമത്തിൽ ജയം. വിടുതൽ ഇന്ന് പകൽ ചില വ്യക്തികൾക്കായി സംഭവിച്ചിരിക്കും. ചില വിടുതലുകൾ ചില വ്യക്തികളെ ഇന്ന് പകൽ ആഴത്തിൽ സ്പർശിച്ചിരിക്കും. ആദ്യമായി വിടുതൽ കൊതിക്കുന്ന ദൈവമക്കൾ, ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയിൽ സ്തോത്രം ചെയ്ത് ആരാധിക്കാൻ നിങ്ങളുടെ നാവുകളെ വിട്ടുകൊടുക്കണം. പ്രപഞ്ച ചക്രവർത്തിയായ മഹാദൈവത്തിൻ്റെ മുൻപിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ ഭാവിയെ തകർത്തുലയ്ക്കേണ്ടതിന് ഈ തലമുറയുടെ ആസ്വാദ്യതയുടെ സ്പിരിറ്റ് എൻ്റെ മേൽ വ്യാപരിക്കുമ്പോൾ അതിൻ്റെ കെട്ടഴിച്ച് എൻ്റെ മേൽ ദൈവശക്തിയുടെ സ്വാതന്ത്ര്യം വ്യാപരിക്കേണ്ടതിന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു എന്ന് കൊതിക്കുന്ന പ്രിയപ്പെട്ടവർ ആ വലത് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആത്മാവിൽ ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. ശബ്ദം ഉയരട്ടെ, ശബ്ദം ഉയരട്ടെ. വാ തുറന്ന് പ്രാർത്ഥിച്ചേ, വാ തുറന്ന് പ്രാർത്ഥിച്ചേ. എനിക്ക് ആസ്വാദ്യതയുടെ ആത്മാവിനാൽ ജയമെടുക്കണം, ആത്മാവിൽ നിന്ന് ജയമെടുക്കണം കർത്താവേ. പ്രാർത്ഥിച്ചേ. നിങ്ങൾക്കറിയാമോ, ഞാൻ ശ്രദ്ധിച്ചേ, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, എൻ്റെ മക്കളെക്കാട്ടിൽ ഇളയ കുഞ്ഞുങ്ങളാണ് ഈ ഇരിക്കുന്ന കുഞ്ഞുങ്ങളിൽ ബഹുഭൂരിപക്ഷം. ഞാൻ നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആത്മാർത്ഥതയോടെ പറയട്ടെ മക്കളെ, ആസ്വാദ്യത തുടക്കത്തിൽ അസാധാരണമായിരിക്കും, ഒടുക്കത്തിൽ അത് പത്തി വിരിച്ച് ചീറ്റിക്കൊത്തും. ആദായ അവരോഹണ നിയമം എന്നൊരു നിയമമുണ്ട്. ഞാൻ കയറി വരുമ്പോൾ സാറ് അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പച്ച മലയാള ഭാഷ ആദായ അവരോഹണ നിയമം. ചുരുക്കി അങ്ങ് പറയാം. ഒരു സിഗരറ്റ് വലിക്കുന്നു, വല്ലാത്ത ആദായമാണ്, ആസ്വാദ്യതയാണ്. രണ്ടാം ദിവസം, മൂന്നാം ദിവസം, നാലാം ദിവസം തുടരുമ്പോൾ ഒന്നിൻ്റെ ആസ്വാദ്യത ആദ്യം വലിച്ചതിൻ്റെ സുഖം ലഭിക്കാത്തത് കൊണ്ട് എണ്ണം വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആവർത്തിച്ച് ചെയ്യുമ്പോൾ ആദ്യം ചെയ്ത തെറ്റിൻ്റെ അത്രയും മാനസിക സുഖം, ആസ്വാദ്യത കിട്ടാത്തത് കൊണ്ട് അതിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുമ്പോൾ ക്രമേണ അഡിക്ഷൻ രൂപപ്പെടുന്നു. പിന്നെ കെട്ടുമുറുകും. ഈ കഴിഞ്ഞ ദിവസം ഒരു വനഭാഗത്ത് കുറച്ച് ഇടയന്മാർ ഒരുമിച്ച് ആടിനെ തീറ്റിക്കൊണ്ടിരിക്കുക. പെട്ടെന്നൊരു കാഴ്ച കണ്ടു. ഭയങ്കര ഒരു കഴുകൻ ചിറക് വിടർത്തി ഒരു പാറയുടെ ഇടുക്കിലോട്ടിരുന്നു.
അവരോർത്ത കഴുകനെ കിട്ടിയാൽ ദിവസങ്ങൾ കഴിക്കാനുണ്ട്. ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ആ കഴുകൻ അവിടുന്ന് പറന്ന് പൊങ്ങിയിട്ടൊരു ഫ്ലൈറ്റ് പോകുന്നത് പോലെ എന്തോ തരക്കേട് പറ്റിയ മട്ടിൽ ഈ ഇടയന്മാരുടെ മുകളിലൂടെ താന്ന് പറന്നു പെട്ടെന്ന് പന്ത് പോലെ താഴോട്ട് വീണു. ഓടിച്ചെന്നവർ നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച ഇതിൻ്റെ തൂവലുകൾക്കിടയിൽ നിന്ന് ഒരു അണലി തൊട്ടപ്പുറത്തെ ഒരു ദ്വാരത്തിലോട്ട് എഴഞ്ഞു കയറുന്നു. അപ്പോഴേക്കും കഴുകൻ ചത്തു കഴിഞ്ഞു. ഊഹിക്കാം എന്താ സംഭവിച്ചതെന്ന്. ആ പാറവിള്ളലിൽ പോയി ആശ്വാസം തേടിയപ്പോൾ ആ തൂവലുകൾക്കിടയിലേക്ക് വിഷപ്പാമ്പ് നുഴഞ്ഞു കയറി. സെക്കൻഡ് കൊണ്ട് അതിൻ്റെ കൊടിയ വിഷം ഇതിൻ്റെ ധമനികളിലായി. പറക്കാൻ കഴിയാതെ പന്ത് പോലെ നിലത്ത് വീണ് ചത്തു. നിങ്ങളിൽ വ്യാപരിക്കുന്ന തലച്ചോറിൻ്റെ അസാധാരണ ശേഷിയെ ബന്ധിച്ച് ക്രമേണ നിങ്ങളുടെ ജീവനെ തന്നെ അപകടപ്പെടുത്താൻ വ്യാപരിക്കുന്ന ഒരാസ്വാദ്യതയുടെ സ്പിരിറ്റ് ഇന്ന് പകൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ കരത്താൽ, ഇന്ന് പകൽ യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് ആത്മാവിൽ അഴിഞ്ഞു മാറും. അതിന് കൊതിക്കുന്ന നിങ്ങളുടെ വായിൽ പ്രാർത്ഥനയുടെ ശബ്ദമുയരട്ടെ. ശബ്ദമുയർത്തി വായി തുറന്ന് പ്രാർത്ഥിച്ചാണ്. എല്ലാവരും ദൈവസ്ഥലത്ത് ഒരുമിച്ച് എഴുന്നേറ്റേ. എല്ലാവരും ദൈവസ്ഥലത്തിൽ ഒരുമിച്ചൊന്ന് എഴുന്നേറ്റേ. എല്ലാവരും ഒരുമിച്ചൊന്ന് എഴുന്നേറ്റേ. രണ്ട് കരങ്ങൾ കർത്താവിങ്കിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ആത്മാവിൽ ചേർന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ ആ രണ്ട് കൈകളും ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. മടിക്കണ്ട, മറയ്ക്കതേ. വളരെ ശക്തമായി ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ചേ. ദൈവമേ, എനിക്കിന്ന് പകൽ എൻ്റെ മേൽ വ്യാപരിക്കുന്ന പാപത്തിൻ്റെ ആസ്വാദ്യതകളുടെ സ്പിരിറ്റിൻ്റെ മേൽ ഒന്ന് ജയമെടുക്കണം എന്ന് കൊതിക്കുന്ന എല്ലാവരും ആ രണ്ട് കൈകളും ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ആ രണ്ട് കൈകളും ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. യേശുവേ എന്നൊന്ന് പ്രാർത്ഥിച്ച് ഇന്ന് പകലത്തെ ശുശ്രൂഷയ്ക്ക് നടുവിൽ ഞാൻ ആയിരിക്കുമ്പോൾ ഈ തലമുറയുടെ ആത്മാവ് എൻ്റെ മേൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് ചിലത് കണ്ണാടിയിൽ എന്നതുപോലെ ദൈവാത്മാവിനെ കാണിച്ചു തരുന്നു. എനിക്ക് ആസ്വാദ്യതകളുടെ മേൽ ജയമെടുക്കണമെന്ന് കൊതിക്കുന്നെങ്കിൽ നിങ്ങൾ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എൻ്റെ മുൻപിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ചെറുപ്പക്കാർ ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ ഇറങ്ങി വരാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാൽ നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സഹായത്തിനായി പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ അസാധാരണമായ ദൈവശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങൾക്ക് പുറത്താക്കാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങളുടെ സിരകളുടെ മേൽ ആധിപത്യം പുലർത്തി നിങ്ങളുടെ ബോധ മനസ്സിനെ ചങ്ങലയ്ക്കിട്ട് നിങ്ങൾക്ക് പുറത്തു വരാൻ കഴിയാത്ത വിധത്തിൽ അഡിക്റ്റാക്കി വെച്ചിരിക്കുന്ന ഒരു ചെറിയ സ്വാധീന ശക്തിയുടെ സോഷ്യൽ മീഡിയ സ്വാധീനം പോലും യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് അടുത്തിയെന്നാൽ അതിനെതിരെ പിടിച്ചു നിൽക്കാനുള്ള പുതിയ കരുത്ത് ഈ തലമുറയിലെ പ്രത്യേക ആത്മീയ അധികാരത്തോടെ സ്വർഗം നിങ്ങളുടെ മേൽ പകരാൻ ആഗ്രഹിക്കുകയാണ്. ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സമയത്ത് ഗായക സംഘം ഒരു പാട്ടിൻ്റെ ചരണങ്ങൾ പാടാൻ തുടങ്ങുകയാണ്. കർത്താവേ, എൻ്റെ കൈകളെ നിന്റെ കരങ്ങളിൽ തരികയാണ്, എൻ്റെ അവയവങ്ങളെ നിന്റെ കൈകളിൽ തരികയാണ്. ഇന്ന് പകൽ അസാധാരണമായൊരു വിടുതൽ ഞാൻ കൊതിക്കുകയാണ്. എനിക്ക് പ്രാർത്ഥന വേണം ദൈവദാസ, എനിക്ക് പ്രാർത്ഥന വേണം. ഇന്ന് പകൽ ഇറങ്ങിപ്പോകുന്നത് ഒരു പുതിയ ബലത്തോടെയാകണം. എനിക്ക് പ്രാർത്ഥന വേണം എന്ന് കൊതിക്കുന്നവർ ആ രണ്ട് കൈകളും ദൈവസന്നിധിയിൽ നെഞ്ചോട് ചേർത്ത് വെച്ചാട്ടെ. ഒരു ചെറിയ ജീവിയെ പോലെ നിന്റെ ചിറകുകൾക്കിടയിലേക്ക് വലിഞ്ഞ് കയറി ക്രമേണ കടിച്ചു തൂങ്ങി നിന്റെ അകത്തേക്ക് വിഷം ചീറ്റി ക്രമേണ നിന്റെ ധമനികളിൽ പാപവിഷം നിറച്ച് നിന്റെ പറക്കലിനെ ഇടയ്ക്ക് വെച്ച് തകർത്ത് നിന്റെ യൗവനത്തിന്റെ മൂർധന്യാവസ്ഥയിൽ നിന്നെ നിശേഷം നശിപ്പിച്ച് നിന്നെ ബന്ധിച്ച് തകർക്കാൻ വാദിക്കുന്ന ആ കെട്ടിനെ ഇന്ന് പകൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവന്റെ ദാസന്മാരായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് പകൽ യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ജയിക്കാനുള്ള വിശേഷ അധികാരം സ്വർഗം നിങ്ങളുടെ മേൽ പകരുകയാണ്. അത് തിരിച്ചറിയുന്ന പ്രിയപ്പെട്ടവർ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഞങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ ദൈവശക്തി ഈ പകൽ ചിലതിന്മേൽ ജയമെടുക്കാൻ പ്രേരിപ്പിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആ പാട്ടിന്റെ ചരണങ്ങൾ, സമർപ്പണത്തിന്റെ പാട്ടിന്റെ ചരണങ്ങൾ ആ നെഞ്ചോട് ചേർത്ത കൈകളോടെ ഒന്ന് പാടാം. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ. ശബ്ദമുയർത്തി സർവ
സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എന്റെ ബുദ്ധിയും എന്റെ ശക്തിയും നീ എനിക്കു തന്നതൊക്കെയും എന്റെ ബുദ്ധിയും എന്റെ ശക്തിയും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എന്റെ രോഗവും എന്റെ സൗഖ്യവും നീ എനിക്കു തന്നതൊക്കെയും. ആമേൻ. ഓ എന്റെ രോഗവും എന്റെ സൗഖ്യവും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. ശ്രദ്ധിക്കണേ, നാം വായിച്ച കുറിവാക്യം ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുക, അല്ലെങ്കിൽ ഈ തലമുറയുടെ ആത്മാവിനെ ജയിക്കുക. ഈ തലമുറയുടെ ആത്മാവിൻ്റെ 4 സവിശേഷതകൾ: 1 സ്വയസ്നേഹത്തിൻ്റെ ആത്മാവ്, 2 ആസ്വാദ്യതയുടെ ആത്മാവ്, 3 തെറ്റിനെ ശരിയെന്നും ശരിയെ തെറ്റെന്നും പറയാൻ മടിയില്ലാത്ത ആത്മാവ്, 4 ദൈവത്തെ മാറ്റി നിർത്തി പുരോഗതി കൊതിക്കുന്ന ആത്മാവ്, 5 എന്തും കുറുക്ക് വഴിയിലൂടെ നേടാൻ കൊതിക്കുന്ന ആത്മാവ്. അതിൽ ആസ്വാദ്യതയുടെ ആത്മാവ് നിങ്ങളുടെ മനോമണ്ഡലത്തെ ബാധിക്കുന്ന ആസ്വാദ്യത, നിങ്ങളുടെ ദേഹമണ്ഡലത്തെ സ്വാധീനിക്കുന്ന ആസ്വാദ്യത, നിങ്ങളുടെ സാമൂഹിക ബന്ധത്തെ തകർക്കുന്ന ആസ്വാദ്യത. ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, തിരിച്ച് നടക്കാൻ തയ്യാറുണ്ടെങ്കിൽ വിടുവിച്ചെടുക്കാൻ യേശുവിന്റെ കരം ഈ മീറ്റിംഗിൽ വ്യാപരിക്കുകയാണ്. ശക്തമായി ഇത് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. എന്റെ മേൽ വ്യാപരിക്കുന്ന ആസ്വാദ്യതയുടെ സ്പിരിറ്റിന്റെ മേൽ ഒരു പാത്രം ചുവന്ന പായസത്തിന് വേണ്ടി ജ്യേഷ്ഠാവകാശം കൈമാറ്റം ചെയ്യാൻ യേശാവിനെ പ്രേരിപ്പിച്ചതുപോലെ അബ്രഹാമുമായിട്ടുള്ള കൂട്ടായ്മ വിട്ടുകളയാൻ അതേ ദൈവത്തിന് സ്തോത്രം ഒരു വ്യക്തിയെ പ്രേരിപ്പിച്ച് അവസാനം സോദോമിയെ കത്തുന്ന തീയിൽ തലമുറകളുടെ ഭാവിക്ക് ദുരന്തം സംഭവിക്കാനുള്ള സാധ്യതയിലെത്തിയതുപോലെ നിന്റെ മേൽ വ്യാപരിക്കുന്ന പാപത്തിന്റെ ആസ്വാദ്യതയുടെ കെട്ടിനെ യേശുവിന്റെ കരം ഇന്ന് പകൽ അഴിച്ചു മാറ്റും. കൊതിക്കുന്ന പ്രിയപ്പെട്ട ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കുക. പാസ്റ്ററെ, ഈ ശുശ്രൂഷയ്ക്ക് നടുവിൽ എൻ്റെ സ്വകാര്യ ജീവിതത്തിൻ്റെ ചിറകുകൾക്കിടയിൽ ഉഴഞ്ഞു കയറിയിരിക്കുന്ന ആസ്വാദ്യതയുടെ ആ സ്പിരിറ്റിൻ്റെ മേൽ എനിക്കൊന്ന് ജയമെടുക്കണം. അത് ചെറുതാകട്ടെ വലുതാകട്ടെ, എനിക്കൊരു ആത്മീയ ജയം കൊതിക്കുന്നു. ഞാൻ എനിക്ക് പ്രാർത്ഥന വേണം എന്നാഗ്രഹിക്കുന്നവർ ആ വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന് സ്തോത്രം. എനിക്ക് പ്രാർത്ഥന വേണം. ലജ്ജ കൂടാതെ കരം ഉയർത്തിക്കൂ. ഞാൻ ഈ ആത്മീയ ശുശ്രൂഷയ്ക്ക് നടുവിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. മടിക്കണ്ട, ലജ്ജ കൂടാതെ കരം ഉയർത്തിക്കൂ. ദൈവത്തിന് മഹത്വം. എനിക്ക് അഭിമാനമുണ്ട്, ഈ കുഞ്ഞുങ്ങളൊക്കെ നിഷ്കളങ്കമായി ദൈവസന്നിധിയിൽ അവരുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. എല്ലാ നാവുകളിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. എല്ലാ ഈ പൈതങ്ങളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഈ യുവാക്കന്മാരുടെ മേൽ ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ. ഇന്ന് പകൽ സമയം പരിശുദ്ധാത്മാവ് ചില കെട്ടുകൾ അഴിക്കാൻ ചില ഹൃദയങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. വർഷങ്ങൾ പഴകിയ ചില ആസ്വാദ്യതകൾ ദുരന്തത്തിലേക്ക് എത്തിച്ചേരത്തക്ക
ചെയ്യത്തക്ക വിധം സംഭവിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുറത്തിറങ്ങാൻ അനുവദിക്കാതെ നിന്റെ മനോമണ്ഡലത്തെ കെട്ടിയിട്ടിരിക്കുന്നതിന്റെ ആസ്വാദ്യതകൾ ഇന്ന് പകൽ ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അസാധാരണ ദൈവശക്തിയുടെ വ്യാപാരത്താൽ സ്വർഗം അത് അഴിച്ചു മാറ്റുകയും ആ വിഷയത്തിന് നടുവിൽ ഒരു അസാധാരണ ജയം ഇന്ന് പകൽ നിന്റെ മേൽ സംഭവിക്കുകയും ആ ദുരന്തം നിന്റെ കുടുംബത്തിൽ നിന്ന് ഒഴിയുകയും ചെയ്യത്തക്ക വിധം പരിശുദ്ധാത്മ വ്യാപരിക്കുകയാണ്. നിന്റെ വസ്ത്രത്തേക്കാൾ അടുക്കൽ യേശു അടുക്കൽ നിൽക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഈ തലമുറയുടെ സ്പിരിറ്റിന്റെ കെട്ട് ഈ തലമുറയിൽ നിന്ന് അഴിയട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ നിൽക്കുന്ന നിൽപ്പിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. മക്കളെ ശ്രദ്ധിക്കണേ, മക്കളെല്ലാം കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഒരു ദിവസം നിങ്ങൾ ദൈവസന്നിധിയിലെത്തും. ചില മിനിറ്റുകൾക്കുള്ളിൽ ഞങ്ങൾ യാത്രയാകും. ഈ ക്യാമ്പ് ഇവിടെ അവസാനിക്കും. എന്നാൽ ഒരു ദിവസം നിങ്ങൾ ദൈവസന്നിധിയിലെത്തും. ആ വഴി ഏതാണെന്ന് ഞങ്ങൾക്കറിയില്ല. മരണം നിങ്ങളെയും തേടിയെത്തും. അത് വാർദ്ധക്യത്തിലോ യൗവനത്തിലോ കൗമാരത്തിലോ എപ്പോഴുമാകാം. ഒരു സെക്കൻഡിൽ 2 പേർ, ഒരു മിനിറ്റിൽ 115 പേർ, ഒരു മണിക്കൂറിൽ 6750 പേർ, ഒരു ദിവസം 17,000-ഓളം പേർ ഈ മണ്ണിനോട് ഇവിടെ പറയുന്നുണ്ട്. WHO കണക്കാ. ഇന്നല്ലെങ്കിൽ നാളെ നീയും ഞാനും ദൈവസന്നിധിയിലെത്തും. അന്ന് സ്വർഗത്തിന്റെ സ്ക്രീനിൽ അവിടുന്ന് നിന്നെ കാണിച്ചു തരും. ഇതുപോലെയുള്ള ക്യാമ്പിൽ നിന്നെ ചൂണ്ടി വചനം പ്രസംഗിച്ചത്. പക്ഷേ ഏറ്റെടുക്കാൻ തയ്യാറാകാതെ വന്ന് നിന്റെ ജീവിതം അപകടത്തിലേക്ക് പോയതും സ്വർഗം നിന്നെ നന്നായി കാണിച്ചു തരും. അന്ന് കിരീടമില്ലാത്ത തല താഴ്ത്തി പ്രതിഫലമില്ലാത്ത കൈകൾ കൊണ്ട് നിന്റെ കണ്ണു പൊത്തി കരയാൻ ഇടയാകാതിരിക്കണമെങ്കിൽ ഇന്ന് പകൽ ഈ തലമുറയുടെ ആത്മാവിൻ്റെ മേൽ എനിക്കൊന്ന് ജയമെടുക്കണം എന്നുള്ള പ്രതിഷ്ഠയിലെത്തുന്നതാണ്. കരമുയർത്തിക്കാട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ ആസ്വാദ്യതയുടെ ആത്മാവിൻ്റെ അവയവങ്ങളിൽ ബാധിക്കുന്നു. എനിക്കതിന്മേൽ ജയമെടുക്കണം. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ നസ്രയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നുവെന്ന് അരുളി ചെയ്തവൻ്റെ നാമത്തിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെയ്പ്പിച്ച് അവയെ കാൽവറിയിൽ പരാജയപ്പെടുത്തിയവൻ്റെ നാമത്തിൽ ഈ ഉയർന്നു നിൽക്കുന്ന തലമുറകളുടെ കരങ്ങളുടെ മേൽ തേജസ്സിന്റെ ദ്രവത്വമില്ലാത്ത കരം ഈ ഓഡിറ്റോറിയത്തിൽ ഇറങ്ങി തൊടട്ടെ. ഇന്ന് പകൽ പുത്തൻ അധ്യായത്തോടെ ഇവർ ഭവനങ്ങളിലേക്ക് മടങ്ങാൻ യേശുവിന്റെ രക്തത്താൽ ഞങ്ങൾ ഇവരെ മുദ്ര വയ്ക്കുന്നു.